JEE Advanced 2023 paper 2 ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an electric dipole is formed by two charges plus q and minus q located in xy plane at 0, 2 millimeter, 0, minus 2 millimeter respectively as shown in figure. Electric potential at point capital P, that is 100, 100. അപ്പോൾ ഈ 100, 100 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇവിടെ അതേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്നറിയോ, ആ ലൈന് നല്ല നീളം ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നീളത്തിൽ ഇവിടെ വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരാം. ഇതാ ഇവിടെയുണ്ട്, അങ്ങനെ ഇട്ടിട്ടുണ്ട്, റൈറ്റ്. അതിൻ്റെ അർത്ഥം അതാ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 100, 100 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, നോക്കൂ, ഈ ലൈൻ എന്താ, ദിസ് ഈസ് എ 45 ഡിഗ്രി ഇൻക്ലൈൻ ലൈൻ. അത് എന്താ, ആ 45 ഡിഗ്രി ആണെന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി അതിൽ ആ പോയിന്റ് പി, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ, അവിടെ ഈ ഡൈപോള് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ V0 ആണ്. അപ്പോൾ ഫസ്റ്റ് ഡൈപോൾ നോക്കൂ, മൈനസ് ക്യൂ ഇവിടെയുണ്ട്, പ്ലസ് ക്യൂ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രം നെഗറ്റീവ് ചാർജ് ടു ദ പോസിറ്റീവ് ചാർജ് അലോങ് ദി ആക്സിസ് ഓഫ് ദ ഡൈപോൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെന്റ് നമുക്ക് എങ്ങനെ വരും, ദ നെഗറ്റീവ് ഇവിടെ, പോസിറ്റീവ് ഇവിടെ. അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഡൈപോൾ മൊമെന്റും പിന്നെ നമ്മളുടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ്റെ പൊസിഷൻ വെക്ടർ, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ്റെ പൊസിഷൻ വെക്ടർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആംഗിൾ ഇത് എത്രയാ, അത് 45 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. എന്താ, V = KP cos theta. തീറ്റ പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ ദ ഡൈപോൾ മൊമെന്റ് ആൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ നോക്കൂ, ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഇങ്ങനെയാണ്, രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ഇവിടെ 45 ഡിഗ്രിയാണ്. അപ്പോൾ K, പിന്നെ ഡൈപോൾ മൊമെന്റ് K പറഞ്ഞാൽ 1/4πε0 cos 45 / r². ഇവിടെ r² പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൂരമാണ്, ആയിക്കോട്ടെ. ദാറ്റ് ഈസ് ഗിവൺ ആസ് V0. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നറിയോ, see the charges plus q and minus q. അത് എന്ന് പറഞ്ഞാൽ അതേ ചാർജസ് തന്നെ are then moved to the points -1, 2 and 1, -2 respectively. ഈ ഡിസ്റ്റൻസസും തന്നിരിക്കുന്ന മില്ലിമീറ്ററിലാണ്. അപ്പോൾ നോക്കൂ, പിന്നെ ദേ ഇവിടെയാണ് മൈനസ് ക്യൂ, ദേ ഇവിടെയാണ്. ഓക്കെ, 1, -2 ആൻഡ് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, -1, 2. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാർജസിൻ്റെ ലൊക്കേഷൻ നമ്മൾ മാറ്റി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഡൈപോൾ കിടക്കുന്നത് ഇങ്ങനെയാണ്, അതിൽ നെഗറ്റീവ് ഇവിടെയാണ്, പോസിറ്റീവ് ഇവിടെയാണ് പറഞ്ഞാൽ, സോ ദിസ് വിൽ ബി ദ ഡിറക്ഷൻ ഓഫ് ദ ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ആ ഡൈപോള്, പുതിയ ഡൈപോള് നമ്മളുടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷനിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഈ പറഞ്ഞ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും വെച്ച് കഴിഞ്ഞാൽ ആ ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. അപ്പോൾ അതിനെ നമുക്ക് തീർച്ചയായിട്ടും റിസോൾവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും എന്നറിയോ, ഈ നെഗറ്റീവ് ചാർജ് നോക്കൂ, നെഗറ്റീവ് ചാർജ് നമ്മൾ വൈ കമ്പോണൻറ്റ് നോക്കുകയാണെങ്കിൽ എവിടെയാണ്, -2ലാണ്. ഓക്കെ, -2ലാണ് വൈ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ വൈ ഡിറക്ഷനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ -2ൽ ഒരു -q ഉണ്ട്, +2ൽ ഒരു +q ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് കേസിൽ ഡൈപോൾ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഡൈപോൾ ഇതേ ഇങ്ങനെയാണ്. അതിൽ നോക്കൂ, അതിൻ്റെ വൈ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, പിന്നെന്താ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ആ ഡൈപോളിൻ്റെ വൈ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും, വൈ കമ്പോണൻറ്റ്. ഓക്കെ, വൈ കമ്പോണൻറ്റ് അതായത് നേരത്തെ ഉള്ള ഡൈപോള് തന്നെ, അതേ പോയിന്റ് ഓഫ് ഒബ്സർവേഷനും. അപ്പോൾ ആ കമ്പോണൻറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് KP cos 45 / r², ആ സാധനം തന്നെ ഇവിടെ വരും. പക്ഷേ ഇപ്പോൾ പുതിയ സിസ്റ്റത്തിന് ഒരു കമ്പോണൻറ്റ് കൂടെ ഉണ്ട്. ആ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ വന്നു, നോക്കൂ, എന്താ, പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ നോക്കൂ, നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇത് നേരെ ഇവിടെ നോക്കൂ, ഇത് നെഗറ്റീവ് ചാർജ്, അവിടുന്ന് നേരെ ഇങ്ങനെ ഇത് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ആ പുതിയ സിസ്റ്റത്തിൻ്റെ നോക്കൂ, ആ ഡൈപോളിൻ്റെ എക്സ് കമ്പോണൻറ്റ് ഇതേ ഇങ്ങനെയാണ്. നോക്കൂ, എക്സ് കമ്പോണൻറ്റ് ഇങ്ങോട്ടാണ്. ഓക്കെ, അതിൽ ഇവിടെ -q, ഇവിടെ +q. -qൻ്റെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞാൽ +1 ആണ്. ഓക്കെ, ഈ +qൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ 2 യൂണിറ്റ്സ് വരും. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞതെന്നറിയോ, നേരത്തെ നമ്മൾ ഇവിടെ 4 യൂണിറ്റ്സ് ആണ്, -2 തൊട്ട് +2 വരെ. ഇവിടെയാണെങ്കിലോ, ഇവിടെ നോക്കൂ, ഇവിടെ എന്താ, ഇപ്പോൾ +1 തൊട്ട് -1 വരെ 2 യൂണിറ്റേ ഉള്ളൂ.
ചാർജ് മാറിയിട്ടില്ല, പക്ഷേ സെപ്പറേഷൻ ഹാഫായി. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഹാഫ് ആവും. അപ്പോൾ നോക്കൂ കെ p/2. ഓക്കെ, ഇനി നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. ഈ തീറ്റ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ അവസ്ഥ എന്നറിയോ? തീറ്റ കാണുമ്പോൾ നമുക്ക് നോക്കൂ, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഡൈപോൾ കിടക്കുന്നത്. ഓക്കെ, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ്റെ പൊസിഷൻ വെക്ടർ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ എത്ര വരും? 135 വരും. ഓക്കെ, അപ്പോൾ കോസ് 135 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്, കോസ് 135. അപ്പോൾ നോക്കൂ കെ, പിന്നെ ഡൈപോൾ മൊമെന്റ് പകുതിയായത് സെപ്പറേഷൻ പകുതി ആയതുകൊണ്ടാണ്. പിന്നെ കോസ് 135 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഈ കോസ് 135 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ് 90 + 45 ആ. 90 + 45 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ദാറ്റ് ഈസ് സൈൻ 45, മൈനസ് ആണ്. അപ്പോൾ മൈനസ് സൈൻ 45. ഓക്കെ, അതിൽ അപ്പോൾ എന്താ വരിക? കെ പി കോസ് 45/r സ്ക്വയർ മൈനസ് കെ പി സൈൻ 45/r സ്ക്വയർ. പിന്നെ അടിയിൽ എന്താ? ഒരു 2 ഉണ്ടാവും. ഓക്കെ, അതായത് ഇത് V0 ആണെങ്കിൽ, ഈ സാധനം V0 ആണെങ്കിൽ ഇതെന്താവും? ഇത് V0/2 ആവും. ഓക്കെ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇവിടെ /2 ഉണ്ട്, പിന്നെ കോസ് 135 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 45 ആണ്. കോസ് 45ഉം സൈൻ 45ഉം ഈക്വലാണ്, പക്ഷെ ഇവിടെ നെഗറ്റീവ് ആണ്. പിന്നെന്താ? ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. അതായത് ഇത് V0 ആണെങ്കിൽ ഇവിടെ V0/2 നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? V0 മൈനസ് V0/2, അതായത് V0/2 വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പൊട്ടൻഷ്യൽ V0 ആണെങ്കിൽ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ എത്രയാ? ദാറ്റ് ഈസ് V0/2 കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താ? Young's modulus of elasticity y is expressed in terms of 3 derived quantities: gravitational constant, Planck's constant, and speed of light c. യങ്സ് മോഡുലസ് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിനാണ്. അതിൽ സ്ട്രെയിന് എന്താ ഡയമെൻഷൻ ഇല്ല, അപ്പോൾ സ്ട്രെസ് വരും. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷനാണ് യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ml t⁻² ഡിവൈഡഡ് ബൈ L² വരും. അപ്പോൾ ml⁻1 t⁻². അതാണ് ഈ എഴുതിയിരിക്കുന്നത് യങ്സ് മോഡുലസിൻ്റെ. പിന്നെ സി പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അത് എന്താ? L t⁻1 ഹോൾ റേസ് ടു ആൽഫ. പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. നമ്മളേ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? നമ്മൾ ഈ ബോൾസ് ആറ്റം മോഡൽ ആംഗുലർ മൊമെൻറ്റം ഈസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. 2πക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഈ എച്ചിൻ്റെ ഡയമെൻഷൻ ആവും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. മനസ്സിലാവുന്നോ? ഈ ആംഗുലർ മൊമെൻറ്റം പ്രശ്നമില്ല, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസാ. ലീനിയർ മൊമെൻറ്റം ml t⁻1 ഇൻറ്റു L എന്താ? ml² t⁻1, ml² t⁻1 റേസ് ടു ബീറ്റ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് G, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് m⁻1 L³ t⁻2 ആണ്. അതെനിക്കറിയാം, പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഇനി അഥവാ അറിയില്ലെങ്കിൽ എന്താണെന്നറിയോ? നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. F = G m1 m2 / r². അതായത് ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് വരുന്ന ഫോർമുല ഏതെങ്കിലും നിങ്ങൾക്ക് അറിയണ്ടാവും, അതിൽ നിന്ന് നിങ്ങളത് കണ്ടുപിടിക്കുക. ഓക്കെ, റേസ് ടു ഗാമ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും പവർ ഇക്വേറ്റ് ചെയ്യാന്ന്. ലെഫ്റ്റ് സൈഡിൽ മാസിൻ്റെ പവർ 1 ആണ്, റൈറ്റ് സൈഡിൽ ഇവിടെ ബീറ്റ വരും, ഇവിടെ മൈനസ് ഗാമ വരും. അപ്പോൾ ബീറ്റ മൈനസ് ഗാമ = 1. പിന്നെ ലെങ്ത്തിൻ്റെ പവർ ലെഫ്റ്റ് സൈഡിൽ -1 ആണ്, റൈറ്റ് സൈഡിൽ ഇവിടെ ആൽഫ വരും, ഇവിടെ 2 ബീറ്റ വരും, ഇവിടെ 3 ഗാമ വരും. ആൽഫ + 2 ബീറ്റ + 3 ഗാമ = -1. ഇനി ടിയുടെ പവർ നോക്കൂ, ലെഫ്റ്റിൽ -2 ആണ്, റൈറ്റിൽ -ആൽഫ -ബീറ്റ -2 ഗാമ. ഓക്കെ, അപ്പോൾ -2 = -ആൽഫ -ബീറ്റ -2 ഗാമ എന്ന് വരും. മൈനസ് രണ്ട് സൈഡിൽ നിന്നും കളഞ്ഞു കഴിഞ്ഞാൽ ആൽഫ + ബീറ്റ + 2 ഗാമ = 2 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണെന്നറിയോ? നോക്കൂ, ദേ ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക, ആൽഫ -ആൽഫ കട്ടാവും. പിന്നെ 2 ബീറ്റ ബീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ വരും. 3 ഗാമ -2 ഗാമ പറഞ്ഞാൽ ഗാമ വരും. ഓക്കെ, പിന്നെ -1 -2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -3 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ബീറ്റ + ഗാമ = -3 കിട്ടി. ബീറ്റ മൈനസ് ഗാമ നമുക്ക് എന്താ? ഇവിടെ 1 ഉണ്ട്, ബീറ്റ - ഗാമ = 1 ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ നോക്കുക. ഓക്കെ, അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 ബീറ്റ = -2 എന്ന് വരും. ഇത് രണ്ടും ആഡ് ചെയ്താൽ 2 ബീറ്റ = -2, അപ്പോൾ ബീറ്റ = -1 വരും. ഓക്കെ, ബീറ്റ = -1 വരും. ഓക്കെ, അപ്പോൾ ഗാമ = -2 വരും. ബീറ്റ -1 ആണ്. ഓക്കെ,
അപ്പോൾ എന്താ ആ -1 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1 + 1 എന്ന് പറഞ്ഞാൽ 2 മൈനസ് ഗാമ ഈക്വൽ ടു 2. അപ്പോൾ ഗാമ ഈക്വൽ ടു -2 എന്ന് വരും. ഗാമ ഈക്വൽ ടു -2. അപ്പോൾ ബീറ്റായും ഗാമയും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആൽഫയാ. അതിൽ ബീറ്റ -1 ആണ്. അപ്പോൾ ഇവിടെ -2 എന്ന് വരും. ഗാമ -2 ആണ്. അപ്പോൾ ഇവിടെ എന്താ? -6 എന്ന് വരും. -2 -6 -8. അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ +8. -1 + 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. അതായത് ആൽഫ ഈക്വൽ ടു 7 വരും. 7 -1 -2. ഓക്കെ, അപ്പോൾ 7 -1 -2 പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം നമുക്ക്. A particle of mass m is moving in the xy plane such that its velocity at a point xy is given as v equal to alpha y x cap. പിന്നെന്താ? ആൽഫ 2x y ക്യാപ്പ്. അതായത് സാധാരണ നമ്മൾ ഐ ക്യാപ്പ് ജെ ക്യാപ്പിന് പകരം ഇവിടെ അവർ എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ വെലോസിറ്റി തന്നിരിക്കുന്നത് അതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഉണ്ട്. വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ എക്സ് കമ്പോണൻറ്റ് ഓഫ് ആക്സലറേഷൻ. വെലോസിറ്റിയുടെ വൈ കമ്പോണൻറ്റ് വെൻ ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം വിൽ ഗിവ് യു ദ വൈ കമ്പോണൻറ്റ് ഓഫ് ആക്സലറേഷൻ. ഓക്കെ, നോക്കൂ, ഇവിടെ നമുക്ക് ഈ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെന്താ? dy/dt വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെലോസിറ്റി അലോങ് വൈ ഡിറക്ഷനാണ്. അപ്പോൾ ആൽഫ vy പറഞ്ഞാൽ വെലോസിറ്റിയുടെ വൈ കമ്പോണൻറ്റ്. അതെന്താ? 2x ആൽഫയാ. അപ്പോൾ ആൽഫ ഇൻറ്റു 2α(x). അപ്പോൾ 2α²x വരും. ഇനി വെലോസിറ്റിയുടെ വൈ കമ്പോണൻറ്റ് ആൽഫ 2x ആണ്. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2α × dx/dt പറഞ്ഞാൽ 2α × വെലോസിറ്റി അലോങ് എക്സ് ഡിറക്ഷൻ. വെലോസിറ്റി അലോങ് എക്സ് ഡിറക്ഷൻ എന്താ? ആൽഫ വൈ ആ. അപ്പോൾ 2α × α/y പറഞ്ഞു കഴിഞ്ഞാൽ 2α²y വരും. അപ്പോൾ ആക്സലറേഷൻ്റെ എക്സ് കമ്പോണൻറ്റുമായി വൈ കമ്പോണൻറ്റുമായി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു എക്സ് കമ്പോണൻറ്റ് ഓഫ് ആക്സലറേഷൻ പ്ലസ് വൈ കമ്പോണൻറ്റ് ഓഫ് ആക്സലറേഷൻ. ഓക്കെ, അതിൽ നമ്മൾ ഈ എക്സ് കമ്പോണൻറ്റിലാണെങ്കിലും വൈ കമ്പോണൻറ്റിലാണെങ്കിലും 2α² കോമൺ ഫാക്ടർ നമുക്ക് പുറത്തെടുക്കാം. പിന്നെ മാസ് ഉണ്ട്, അപ്പോൾ 2m⁴². പിന്നെ എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഏതാ പറയുക? ആൻസർ 2m⁴² എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് എന്ന് വരും. അതായത് ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇവിടെ an ideal gas in thermodynamic equilibrium, the number of degrees of freedom of a molecule of the gas is n. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സാധാരണ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആണ് n വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ അവർ പറഞ്ഞു n നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇന്റേണൽ എനർജി ഓഫ് 1 mole ഓഫ് ഗ്യാസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അത് UN ആണ്. ആൻഡ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ദ ഗ്യാസ് ഈസ് v വിത്ത് സഫിക്സ് n അറ്റ് എ ഫിക്സ്ഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? അതിൽ ഇന്റേണൽ എനർജി ഓഫ് 1 mole ഓഫ് ഗ്യാസ് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 1 mole ഗ്യാസ് വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. UN = nRT/2 ആ. ആൻഡ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ ഗ്യാസ് റൂട്ട് ഓഫ് ഗാമ RT/m എന്നാണ്. ഈ ഗാമ പറഞ്ഞ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. അതിനെ 1 + 2 നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടുമ്പോൾ ഇന്റേണൽ എനർജി കൂടും. പക്ഷെ സ്പീഡ് ഓഫ് സൗണ്ടിൻ്റെ എക്സ്പ്രഷനിൽ എന്താ വരുന്നത്? ഡിനോമിനേറ്ററിലാണ് n കിടക്കുന്നത്. അപ്പോൾ n കൂടുമ്പോൾ Vn കുറയും, n കൂടുമ്പോൾ UN കൂടും. ഓക്കെ, നോക്കൂ, ഇവിടെ n കൂടുമ്പോൾ UN കൂടുതലാവണം. അപ്പോൾ ഇവിടെ U3 മോർ ദാൻ U6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. പിന്നെ ഇവിടെ U3 മോർ ദാൻ U5 തെറ്റാണ്. U6 ലെസ് ദാൻ U7 ഇത് ശരിയാണ്. ഓക്കെ, ഇവിടെ ഈ രണ്ടാമത്തെ പാർട്ട് ശരിയാണ്. ഇവിടെ U5 ലെസ് ദാൻ U7 പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ? ഒന്നുകിൽ C ആണ് അല്ലെങ്കിൽ D ആണ്. ഇത് നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n കൂടുമ്പോൾ വെലോസിറ്റി കുറയണം. ഓക്കെ, ഇവിടെ നോക്കൂ, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി എന്താ? വിത്ത് ഇൻ എ ഗ്യാസ് വിത്ത് 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സ്മോളർ എന്ന് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇത് കറക്റ്റാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ എന്താ? ഇവിടെ n കൂടുമ്പോൾ വെലോസിറ്റി കുറയണം. ഇവിടെ എന്താന്ന്? V6 ലെസ് ദാൻ V7 എന്നാണ്. അത് തെറ്റാ. V6 ഷുഡ് ബി മോർ ദാൻ V7. അപ്പോൾ നോക്കൂ, ആ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, C മാത്രമേ ഉള്ളൂ. ഓക്കെ, a monochromatic light wave is incident normally on a glass slab of thickness D as shown in the figure.
refractive index of the slab increases linearly from n1 to n2 over a height h. അതായത് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂടി n2 ആവും. ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഹൈറ്റ് h. The refractive index of the slab increases. Okay, അത് പറഞ്ഞു. Which of the following statements are true about the light wave emerging out of the slab? അപ്പോൾ വരുന്ന വേവ് ഫ്രണ്ട് നോക്കൂ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. അപ്പോൾ നോക്കൂ, ഈ റേസ് എന്താ, പാരലൽ റേസ് ആണ്. ഓക്കെ, അത് ദേ ഈ സ്ലാബിലൂടെ പാസ് ചെയ്ത് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ഇങ്ങനെയാണ് വിചാരിച്ചു. ഈ വേവ് ഫ്രണ്ടിന് നോർമൽ ആവും റേ ഓഫ് ലൈറ്റ്. അപ്പോൾ വേവ് ഫ്രണ്ട് ഇതേ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ആവും. ഇതാണ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഇതേ ഇതാ ഈ കാണിച്ചിരിക്കുന്നത്, ഇതാണ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നോർമൽ ആവും റിഫ്രാക്റ്റഡ് റേ. നോക്കൂ, ദേ ഇങ്ങനെ. അപ്പോൾ ഇൻസിഡന്റ് റേ ദേ ഇങ്ങനെ ഉണ്ട്, റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അതിൽ നോക്കൂ, ഇത് ഹൊറിസോണ്ടൽ ആണ്, ഇത് ഹൊറിസോണ്ടലാണ്. ഈ ബ്രോക്കൺ ലൈൻ ഹൊറിസോണ്ടൽ, ഇത് നമ്മളുടെ ഈ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിന്റെ നോർമൽ ആണ്. ഇത് രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയാവുമ്പോൾ ആ രണ്ട് ലൈൻസിന്റെ പെർപെൻഡിക്കുലേഴ്സിനിടയ്ക്കുള്ള ആംഗിളും തീറ്റയാവും. ഓക്കെ, അതിൽ ഈ ഹൊറിസോണ്ടലും നോക്കൂ ഈ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിന്റെ നോർമലും തമ്മിലുള്ള ആംഗിൾ ആർ. ഓക്കെ, അപ്പോൾ ഈ റിഫ്രാക്റ്റഡിന്റെ നോക്കൂ, റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ് നമുക്ക് എന്ത് പറയാം, റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇത് നമുക്ക് ആർ എന്ന് പറയാം. അതെങ്ങനെ മനസ്സിലായി? നോക്കൂ, ഈ ഹൊറിസോണ്ടലിന്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്. അതുപോലെ നോക്കൂ, ഈ റേ ഉണ്ടല്ലോ, ഈ റേ അതിന്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്. അപ്പോൾ നോക്കൂ, നമുക്ക് ഇവിടെ എന്ത് പറയാം, സി ഈ ഹൊറിസോണ്ടൽ പിന്നെന്താ റിഫ്രാക്റ്റഡ് റേ ആംഗിൾ എത്രയാ, ആർ. ഓക്കെ, ഇനി അതിൻ്റെ പെർപെൻഡിക്കുലേഴ്സ്, അതായത് ഈ ഹൊറിസോണ്ടലിന്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്. ഈ റിഫ്രാക്റ്റഡ് റേ ഉണ്ടല്ലോ അതിന്റെ പെർപെൻഡിക്കുലർ ആണ് ഈ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്കുള്ള ആംഗിൾ എന്താവും, ആർ ആവും. If the angle between two lines is r, then the angle between their perpendiculars is also r. Okay, അപ്പോൾ ഇനി ഒരു കാര്യം എന്താണെന്നറിയോ, ഇതാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഈ വേവ് ഫ്രണ്ടിൽ ഓരോ പോയിന്റിലും ലൈറ്റ് എത്തുന്നത് ഒരേ സമയമാവും. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ഇതേ ഇങ്ങനെ വരുന്നു. അവിടെ നിന്ന് ലൈറ്റ് വരികയാണെങ്കിൽ നോക്കൂ, ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും ഒക്കെ ഒരുമിച്ചാണ് ലൈറ്റ് എത്തുക. ബിക്കോസ് അതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഒരുമിച്ചെത്തും. അതായത് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഒരുമിച്ചാണ് ലൈറ്റ് എത്തുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്നറിയോ, ഇവിടെ n2 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് കൂടുതലാണ്. അപ്പോൾ അവിടെ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഒരു ഗിവൺ ടൈമിൽ അവിടെ ട്രാവൽ ചെയ്യുന്ന ദൂരം കുറവാകും, ഇവിടെ ട്രാവൽ ചെയ്യുന്ന ദൂരം കൂടുതലാവും. അതായത് ഒരു ഗിവൺ ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഇവിടെ കൂടുതൽ സമയമെടുക്കും. ഓക്കെ, ഇവിടെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് പുറത്തേക്ക് വരും എന്നർത്ഥം. ഓക്കെ, പിന്നെന്താണെന്നറിയോ, ഒരു ഗിവൺ ടൈമിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് സെയിം ആണെന്നാ. ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് വരാനെടുത്ത സമയം ടി ആണെന്ന് വിചാരിച്ചോ, ടി. ഓക്കെ, അവിടെ ട്രാവൽ ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് എത്ര, n2 ഇൻറ്റു തിക്നെസ് d, n2d, അതാണ് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ്. നോക്കൂ, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, അപ്പം ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ നോക്കൂ, ഈ സ്ലാബിലൂടെ പാസ് ചെയ്യാൻ ഇവിടെ എടുക്കുന്ന അത്രയും സമയം ഇവിടെ എടുക്കില്ല, പെട്ടെന്ന് സ്ലാബിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ സ്ലാബിലൂടെ കടന്ന് പോകുന്ന ആ സമയം കൊണ്ട് ഇവിടെ ലൈറ്റ് എന്താണെന്നറിയോ, കുറച്ചുകൂടെ ദൂരം ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. ഓക്കെ, ആ ഡിസ്റ്റൻസ് എക്സ് വിചാരിച്ചു. ഒരു ഗിവൺ ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഒപ്റ്റിക്കൽ പാത്ത് സെയിം ആവുന്ന, ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ഫിസിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ഫിസിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്, d. അപ്പോൾ അവിടുത്തെ ഒപ്റ്റിക്കൽ പാത്ത് n2d. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ നോക്കൂ, n1 ഇൻറ്റു d, പിന്നെന്താ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ഇൻറ്റു എക്സ്. അപ്പം n1d പ്ലസ് എക്സ്. ഓക്കെ, അത് ഈക്വൽ ആവണം. അപ്പോൾ നോക്കൂ, n2d ഈക്വൽ ടു n1d പ്ലസ് എക്സ്. അവിടുന്ന് എക്സ് ഈക്വൽ ടു n2 മൈനസ് n1 ഇൻറ്റു d എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഇറ്റ് വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ബൈ. അപ്പോൾ ഫസ്റ്റ് രണ്ട് ഓപ്ഷനും എന്താണ്, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷനാണ്. ഇവിടെ നോക്കൂ, ഇറ്റ് ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ് ബൈ r, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടാൻ ആർ ഇവിടെ കാണുകയാണ്. നോക്കൂ, ഇതാണ് ടാൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
നോക്കൂ, ഈ ആംഗിളാണ് ആർ, ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എക്സ്, അഡ്ജസൻറ്റ് സൈഡ് എച്ച്. അപ്പം ടാൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബൈ എച്ച് ആണ്. ഓക്കെ, അപ്പം ടാൻ ആർ ഈക്വൾ ടു എക്സ് ബൈ എച്ച്. അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ N2 - N1 × D ഡിവൈഡഡ് ബൈ എച്ച്. അപ്പം ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് അത് വരണം. ഓക്കെ, അപ്പോൾ ദേ ടാൻ ഇൻവേഴ്സ് N2 - N1 × D by H. ഓക്കെ, പിന്നെ ഇറ്റ് വിൽ നോട്ട് ഡിഫ്ലക്ട്, ഓഫ് കോഴ്സ് അത് തെറ്റാണ്. ഓക്കെ, ദ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ N2 - N1 ആൻഡ് നോട്ട് ഓൺ ദ ഇൻഡിവിജ്വൽ വാല്യൂസ് ഓഫ് N1 ആൻഡ് N2. N1 N2 എത്രയാണെന്നുള്ളതിൽ കാര്യമില്ലല്ലോ, ആ N2 - N1 എന്നുള്ള ആ ഡിഫറൻസിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതും കറക്റ്റാണ് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈസ് നോക്കൂ കേട്ടോ. An annular disk of mass capital M, inner radius A and outer radius B is placed on a horizontal surface with a coefficient of friction mu as shown in figure. At some time, impulse J0 x cap, positive x direction, is applied at a height h above the center of the disk. If h equal to hm, then the disk rolls without slipping along the x-axis. Which of the following statements are correct? അതിൽ നമുക്ക് നോക്കൂ കേട്ടോ. ഇവിടെ സി J0 പറഞ്ഞ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നാ. അപ്പോൾ ആ ഇമ്പൾസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് v വെലോസിറ്റി കിട്ടും വിചാരിക്കുക. അപ്പോൾ ഇമ്പൾസ് J0 ഈക്വൽ ടു mv, വേർ v is the velocity of the center of mass. ഓക്കെ, ഇനി നമ്മൾ ആ ഇമ്പൾസ് കൊടുക്കുന്നത് നോക്കൂ, സെൻറ്റർ ഓഫ് മാസ് എന്ന് h ഹൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ ആംഗുലർ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഇമ്പൾസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം. ഇനീഷ്യലി അത് റെസ്റ്റിലാണ്, ആംഗുലർ മൊമെൻറ്റം 0 ആണ്. ഫൈനലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ I വിചാരിച്ചു, അതിന് ഇമ്പാർട്ട് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ഒമേഗ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി വെൻ ഇറ്റ് ഈസ് ഇൻ പ്യുവർ റോളിംഗ്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, V ഈക്വൽ ടു ഒമേഗ ആർ എന്ന് പറയാം. അപ്പോൾ V ഈക്വൽ ടു ഒമേഗ ആർ എത്രയാ, ആർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റേഡിയസ്, അത് എത്രയാ, അത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി, ഒമേഗ ബി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കൂ. ഫോർ mu not equal to 0. ഓക്കെ, mu 0 അല്ല, മീൻസ് ദർ ഈസ് ഫ്രിക്ഷൻ അവിടെ ഉണ്ട്. A tends to 0 എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആ ഹോളിൻ്റെ റേഡിയസ് 0 ആയാൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഹോളില്ലെങ്കിൽ അതെന്താവും, അത് ഡിസ്ക് ആവും. ഓക്കെ, അപ്പോൾ ഡിസ്ക് ആവുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, അപ്പോൾ ആ HM പ്യുവർ റോളിങ്ങിന് നമ്മൾ എവിടെയാണ് ഇമ്പൾസ് കൊടുക്കേണ്ടതെന്ന്, ഇഫ് ഇറ്റ് ഈസ് എ ഡിസ്ക്. ഓക്കെ, അപ്പോൾ നോക്കൂ, പ്യുവർ റോളിങ്ങിൻ്റെ കണ്ടീഷൻ ഇതാണ്, V ഈക്വൽ ടു ഒമേഗ ബി എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കൂ, ഈ J0 ഉണ്ടല്ലോ, എന്താ ലീനിയർ ഇമ്പൾസ്, അതിന് പകരം ഞാൻ MV കൊടുത്തു. പിന്നെന്താ H എന്ന് പറയുന്നത് HM ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു ഒമേഗയ്ക്ക് പകരം V/B കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് HM ഈക്വൽ ടു I/MB എന്ന് കിട്ടും, I/MB. അതിൽ ഇവിടെ അവർ പറഞ്ഞിരിക്കണം എന്താ, ഈ A എന്ന് പറഞ്ഞാൽ അതായത് ആ ഇന്നർ ഹോളിൻ്റെ റേഡിയസ് 0 ആകുമ്പോൾ അത് ഡിസ്ക് ആകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറഞ്ഞാൽ mb²/2 എന്നാണ്, mr²/2. അതിൽ R എന്ന് പറഞ്ഞാൽ അവിടെ B ആണ്, അപ്പോൾ mb²/2. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ഇവിടെ mb²/2 പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എമ്മും കട്ടാവും, b²/2 പിന്നെന്താ b വരുമ്പോൾ b/2 എന്ന് വരും. HM ഈക്വൽ ടു b/2, ഡിസ്ക് I ഈക്വൽ ടു mb²/2, HM ഈക്വൽ ടു b/2. ഫൈൻ. ഓക്കെ, ഇത് കറക്റ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, ഇത് കറക്റ്റാണ്. നെക്സ്റ്റ്, ഫോർ mu not equal to 0 ആൻഡ് A ഈക്വൽ ടു B. A ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഹോളിൻ്റെ റേഡിയസ് എക്സ്റ്റേണൽ റേഡിയസിന് ഈക്വലാണ്. പറഞ്ഞാൽ അതൊരു റിംഗ് ആണ് എന്നർത്ഥം. റിംഗ് ആകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താ, mr². ഇവിടെ R എത്രയാ, B ആണ്, mb². അപ്പോൾ ഇവിടെ നോക്കൂ, mb² കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, അപ്പോൾ HM ഈക്വൽ ടു B എന്ന് വരും, HM ഈക്വൽ ടു B. അതാണ് ഈ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ, ഫോർ H ഈക്വൽ ടു HM ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഇന്നർ റേഡിയസ് A. അതായത് നമുക്ക് എന്താ കിട്ടിയത്, V ഈക്വൽ ടു ഒമേഗ ബി എന്നാണ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ എന്താ കിട്ടുക, സി ആംഗുലർ വെലോസിറ്റി വിൽ ബി V/B. ഇന്നർ റേഡിയസ് A ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. ഇനി നോക്കൂ, ഫോർ mu ഈക്വൽ ടു 0 ആൻഡ് H ഈക്വൽ ടു 0. H ഈക്വൽ ടു 0 പറഞ്ഞാൽ ഈ ഹൈറ്റ് 0 ആണെന്താ, അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം നമ്മൾ ഇമ്പൾസ് കൊടുക്കുന്നത് ഇവിടെയാണ്, എവിടെ, ഡിറക്ട്ലി ടുവേഴ്സ് ദ സെൻറ്റർ ഓഫ് മാസ്, ഫ്രിക്ഷൻ ഇല്ല താനും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ദർ വോണ്ട് ബി റോളിംഗ്, ഓൺലി ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഫോർ mu ഈക്വൽ ടു 0 ആൻഡ് H ഈക്വൽ ടു 0 ദ വീൽ ഓൾവേസ് സ്ലൈഡ്സ് വിത്തൗട്ട് റോളിംഗ്. ഓക്കെ, അപ്പോൾ ഇതും കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ അവിടെ 4 ഓപ്ഷനും കറക്റ്റാണ് എന്നർത്ഥം.
നോക്കൂ, ഇത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The electric field associated with an electromagnetic wave propagating in a dielectric medium is given by E equal to നോക്കൂ 32x cap plus y cap sin 2 pi പിന്നെ എന്താ 5 into 10 raised to 14t minus 10 raised to 7 divided by 3z volt per meter. അതിൽ ഇവിടെ a sin omega t minus kz എന്നുള്ള ഫോർമുല. ഈ കെ സെഡ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അലോങ് സെഡ് ആക്സിസ് ന, കെ എക്സ് പറഞ്ഞാൽ ഇറ്റ് ഈസ് അലോങ് എക്സ് ആക്സിസ് ന, കെ വൈ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അലോങ് വൈ ആക്സിസ് ന. പിന്നെ ഈ ഒമേഗ ടി മൈനസ് കെ സെഡ് ആ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ കെ സെഡ് മൈനസ് ഒമേഗ ടി രണ്ടും ഒരുപോലെ തന്നെ. ഒമേഗ ടി മൈനസ് കെ സെഡ് വന്നാലും കെ സെഡ് മൈനസ് ഒമേഗ ടി വന്നാലും ഒരു വ്യത്യാസമില്ല, മനസ്സിലാവുണ്ടോ? പക്ഷേ ഇൻ ബിറ്റ്വീൻ വരുന്ന ആ സൈൻ നെഗറ്റീവ് ആയത് കാരണം ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് സെഡ് ഡിറക്ഷൻ എന്നാണ്, പോസിറ്റീവ് സെഡ് ഡിറക്ഷൻ. അതിൽ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് നോക്കൂ എക്സ് കമ്പോണൻറ്റ് പോസിറ്റീവാണ്, വൈ കമ്പോണൻറ്റും പോസിറ്റീവാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇത് ഇങ്ങനെ വരും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അതിന് പെർപെൻഡിക്കുലറാണ്. മാത്രമല്ല ഇറ്റ് ഓൾസോ മസ്റ്റ് ബി ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. കാരണം എന്താ, ഈ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ along a direction perpendicular to the plane containing electric field and magnetic field എന്നാ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള പ്ലെയിനിന് നോർമൽ ആയിട്ടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും എക്സ് വൈ പ്ലെയിനിലാവണം. ബിക്കോസ് എന്താ, വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് along പോസിറ്റീവ് സെഡ് ഡിറക്ഷൻ. ആൻഡ് ഇനി എന്താണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക along ഇ ക്രോസ് ബി എന്നാണ്, ഇ ക്രോസ് ബി. അപ്പോൾ നോക്കൂ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് ഡിറക്ഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടും ആവാം അല്ലെങ്കിൽ ഇങ്ങോട്ടും ആവാം. അതിൽ ഇത് നിങ്ങൾ എടുക്കുക, ദേ ഈ സാധനം എടുക്കുക. ആ സാധനം എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോസിറ്റീവ് സെഡ് റെഡിയാ. ഇനി നമ്മൾ ഇതാണ് ബി എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് നെഗറ്റീവ് സെഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താ പറയുക പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, നോക്കൂ മാഗ്നറ്റിക് ഫീൽഡ് ദേ ഇങ്ങനെ ആവണം, ഈ ഡിറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെ വരും എന്നർത്ഥം. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ് കമ്പോണൻറ്റ് നെഗറ്റീവാണ്, വൈ കമ്പോണൻറ്റ് പോസിറ്റീവാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ് കമ്പോണൻറ്റ് നെഗറ്റീവാണ്, വൈ കമ്പോണൻറ്റ് പോസിറ്റീവാണ്. ഇനി നമുക്കിവിടെ നോക്കാം സ്പീഡ്. ഈ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയോ, സ്പീഡിൻ്റെ ഫോർമുല വി ഈക്വൽ ഒമേഗ ബൈ കെ എന്നാ. ഇവിടെ നോക്കൂ, ഈ 2π ഉണ്ടല്ലോ, ഒമേഗയ്ക്കും കെയ്ക്കും കോമൺ ആണ്. അപ്പോൾ ഒമേഗ ബൈ കെ എടുക്കുമ്പോൾ 2π കട്ടായി പോകും. അപ്പോൾ അത് നിങ്ങൾ എടുക്കണം എന്നില്ല എന്നർത്ഥം. ഒമേഗ അപ്പോൾ നമുക്ക് എന്താ 5 into 10 raised to 14 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാം 10 raised to 7 by 3. അപ്പോൾ നോക്കൂ, 5 into 10 raised to 14 10 raised to 7 by 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 into 10 raised to 8. അതാണ് സ്പീഡ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ പറഞ്ഞാൽ സി ബൈ വി ആണ്. സി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 into 10 raised to 8 ഡിവൈഡ് ബൈ 1.5 into 10 raised to 8 പറഞ്ഞാൽ 2 വരും. അത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഈസ് 2. പെർഫെക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ പറയുക, സി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഉണ്ട്. പിന്നെ ഈ 2x ക്യാപ് പ്ലസ് വൈ ക്യാപ്പിൻ്റെ മോഡ്യൂലസ് എന്താ വരിക, √2² + 1² അത്ര വരും, √5 വരും. അപ്പോൾ 30√5 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ്. ഇനി E0/B0 ഈക്വൽ ടു സ്പീഡാണ്. സ്പീഡ് E0/B0 ഈക്വൽ ടു സ്പീഡ്. അപ്പോൾ B0 എന്താ, E0 ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് വരും. അതായത് E0 ഡിവൈഡ് ബൈ സ്പീഡ് 30√5 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാ, സ്പീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 into 10 raised to 8. ഓക്കെ, അപ്പോൾ 30√5 ഡിവൈഡ് ബൈ 1.5 into 10 raised to 8 എന്ന് പറഞ്ഞാൽ 2√5 into 10 raised to -7 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ്, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൽ ഇത് നോക്കൂ, ഈ വൈ കമ്പോണൻറ്റ് 1 യൂണിറ്റ് ആണ്, എക്സ് കമ്പോണൻറ്റ് 2 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ തീറ്റ ഉണ്ടല്ലോ, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ടാൻ തീറ്റ 1/2 ആണ്, ടാൻ തീറ്റ ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ 1/2 ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ദേ ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് വിചാരിച്ചോ, ദിസ് ഈസ് 1 ആൻഡ് ദിസ് ഈസ് 2, ദിസ് ആംഗിൾ ഈസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബി √5. ഓക്കെ, അപ്പോൾ അവിടുന്ന് കോസ് തീറ്റ 2/√5 വരും, സൈൻ തീറ്റ 1/√5 വരും.
ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് നെഗറ്റീവ് ആണ്, അത് സൈൻ തീറ്റ കമ്പോണന്റ് ആണ്. സൈൻ തീറ്റ നമുക്ക് ഇവിടെ എത്രയാ 1/√5. അപ്പൊ നോക്കൂ ഇവിടെ എന്താ 2√5 ഇൻറ്റു 1/√5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് 2 വരും. അത് നെഗറ്റീവ് ആണ്. അപ്പോൾ -2 ഇൻറ്റു 10⁻⁻7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇത് കറക്റ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, ദിസ് വൺ കറക്റ്റാ. ഓക്കെ, ഇനി നമുക്ക് y കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, y കമ്പോണന്റ് ഇതാണ്. ഓക്കെ, ഇത് റൈറ്റ്, ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ് തീറ്റ കമ്പോണന്റ് ആണ്. കോസ് തീറ്റ കമ്പോണന്റ് റൈറ്റ്. കോസ് തീറ്റ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ 2√5 ഇൻറ്റു നമുക്ക് എന്ത് പറയാം 2/√5. 2√5 ഇൻറ്റു 2/√5 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 എത്രയാണ്? 4 ഇൻറ്റു 10⁻⁷ എന്നാണ് വരിക. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ 2 ഇൻറ്റു 10⁻⁷ ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സെക്കൻഡ്. ഓക്കെ, മൂന്നാമത്തത് വേവ് ഈസ് പോളറൈസ്ഡ് ഇൻ ദ XY പ്ലെയിൻ വിത്ത് പോളറൈസിങ് ആംഗിൾ 30 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആ പോളറൈസിങ് ആംഗിൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/2 ആണ്. 30 വരണമെങ്കിൽ 1/√3 എന്ന് വരണം. അപ്പോൾ പോളറൈസിങ് ആണ്, പോളറൈസ്ഡ് ആണത്, പക്ഷേ പോളറൈസേഷൻ ആംഗിൾ 30 ഡിഗ്രി അല്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ, ഫസ്റ്റും ലാസ്റ്റും. നോക്കൂ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ എ തിൻ സർക്കുലർ കോയിൻ ഓഫ് മാസ് 5 gram and radius 4/3 centimeter is initially in a horizontal XY plane. The coin is tossed vertically up. Okay, by applying an impulse of √π/2 into 10⁻⁻2 Newton second at a distance of 2/3 centimeter from its center, the coin spins about its diameter. Okay, ഇങ്ങനെ okay spin ചെയ്യുന്ന moves along the positive z direction. By the time the coin reaches back to its initial position, it completes n rotations. The value of n is. അതിൽ നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പറയാം, ഇതാണ് ലീനിയർ ഇമ്പൾസ്. ഡിവൈഡഡ് ബൈ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താ ഈ സാധനം ഉണ്ടല്ലോ, ദ √π/2 ഇൻറ്റു 10⁻⁻2 എന്താ അത് ഇമ്പൾസ്, ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ മാസ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ, നമ്മൾ കൊടുത്ത ഇനീഷ്യൽ വെലോസിറ്റി, അപ്പോൾ 2 പിന്നെ ഈ സാധനം ഇനീഷ്യൽ വെലോസിറ്റി ബൈ ജി, 2u/g പറഞ്ഞാൽ മേലെ പോയി താഴെ വരാനുള്ള സമയം, മേലെ പോയി താഴെ വരാനുള്ള സമയം. അപ്പോൾ ഈ സാധനം ടൈമാണ് എന്നർത്ഥം. അതവിടെ ഇരിക്കട്ടെ, ടൈം. ഓക്കെ, ഇനി ഈ √π/2 ഇൻറ്റു 10⁻⁻2 എന്താ? അത് ലീനിയർ ഇമ്പൾസ്. ആ ലീനിയർ ഇമ്പൾസ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാ, ഇവിടെ. ഓക്കെ, നോക്കൂ, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആംഗുലർ ഇമ്പൾസ് ആണ്. അപ്പോൾ നോക്കൂ, ദേ ലീനിയർ ഇമ്പൾസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2/3 സെന്റിമീറ്ററിന് മീറ്റർ ആക്കാനാണ് 10⁻⁻2 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആംഗുലർ ഇമ്പൾസ് ഡിവൈഡഡ് ബൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് എ ഡയമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ mr²/4 ആണ്. ഓക്കെ, അതിൽ മാസ് എത്രയാ? 5 ഇൻറ്റു 10⁻⁻3. 5 gram ആണ്. 5 ഇൻറ്റു 10⁻3 കിലോഗ്രാം. റേഡിയസ് 4/3 സെന്റിമീറ്ററിന് മീറ്റർ ആക്കാൻ 10⁻². അപ്പോൾ m ഇത് r²/4. അപ്പോൾ ആംഗുലർ ഇമ്പൾസ് ബൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒമേഗ കിട്ടും. ഇത് പോയി വരാനുള്ള സമയം ω/t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്ര കറങ്ങും എന്ന് കിട്ടും. അതായത് മൊത്തം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണിത്. അതിനെ നിങ്ങൾ എന്താ എത്ര ആംഗിൾ കറങ്ങിയെന്ന് 2π കറങ്ങിക്കഴിഞ്ഞാൽ ഒരു റൊട്ടേഷനായി. അപ്പോൾ അതിനകത്ത് എത്ര 2π ഉണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധനം നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. നോക്കൂ, നമുക്ക് ഇവിടെ ഒരു √π/2 ഉണ്ട്, √π/2 ഉണ്ട്. അപ്പോൾ എത്ര വരും? അത് π/2 വരും. ആ π/2 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു π വരും. ഓക്കെ, പിന്നെ ഇവിടെ എത്രയാ? ഇവിടെ ഒരു 2/3 ഉണ്ട്. അപ്പോൾ 2/3π. ഓക്കെ, പിന്നെ ഇവിടെ നോക്കൂ, നമുക്ക് 10⁻³ ഉണ്ട്, ഇൻറ്റു 10 ഉണ്ട്. അത് എത്രയാ? 10⁻². ഇവിടെ 10⁻²ൻ്റെ സ്ക്വയർ എത്രയാ? 10⁻⁻4. 10⁻⁻4ഉം ഇവിടുത്തെ 10⁻²ഉം 10⁻⁻6. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു 10⁻², രണ്ട് 10⁻², മൂന്ന് 10⁻². അപ്പോൾ അവിടെയും 10⁻6 അത് കട്ടായി പോകും. പിന്നെ നമുക്ക് ഈ 10⁻³ നമ്മൾ എടുത്തിട്ടില്ല, അത് മേലോട്ട് പോകുമ്പോൾ 10⁻+3. അതാണ് ഇപ്പോൾ ഈ 10⁻+3. ഓക്കെ, ഇവിടെ നോക്കൂ 4/3 ഹോൾ സ്ക്വയർ ആണ്. അതിൽ മേലത്തെ 4² ഒരു 4ഉം കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി എന്താ വരിക? ബാക്കി മേലെ ഒരു 4 ഉണ്ടാവുള്ളൂ, താഴെ 3² ഉണ്ടാവും. അതായത് 4/9, അത് മേലെ പോകുമ്പോൾ 9/4 വരും.
ഓക്കെ. ഇനി എന്താണെന്നറിയോ, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. 5 × 5 എന്ന് പറഞ്ഞാൽ 25 ഡിനോമിനേറ്ററിലാണ് 1/25. അപ്പോൾ ഇത്രയും ആംഗിളാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുക എന്നർത്ഥം. അത് എത്ര റൊട്ടേഷൻ ആണെന്ന് കണ്ടുപിടിക്കണം. 2π ആംഗിൾ ഒരു റൊട്ടേഷൻ ഈക്വൽ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര 2π ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ നോക്കൂ, ഞാൻ 1/2π കൊടുത്തു. ഇതാണ് പരിപാടി. അപ്പോൾ നോക്കൂ, ഇവിടുത്തെ 2πയും ഇവിടുത്തെ 2πയും നമുക്ക് കളയാം. അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, ഇവിടെ നോക്കൂ, 25 × 4 എത്രയാ? അത് 100 ആണ്. മേലെ 1000/100 എന്ന് പറഞ്ഞാൽ 10 വരും. ഓക്കെ. പിന്നെ 10 × 9 എത്രയാണ്? 90/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. അതായത് 30 റൊട്ടേഷൻസ് ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 30 എന്ന് എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 9. എ റെക്ടാങ്കുലർ കണ്ടക്ടിങ് ലൂപ്പ് ഓഫ് ലെങ്ത് 4 cm ആൻഡ് വിഡ്ത്ത് 2 cm ഈസ് ഇൻ ദ XY plane as shown in the figure. It is being moved away from a thin and long conducting wire along the direction √3/2 x cap plus 1/2 y cap with a constant speed v. The wire is carrying a steady current 10 ampere in the positive x direction. A current of 10 microampere flows through the loop when it is at a distance d equal to 4 cm from the wire. If the resistance of the loop is 0.1 ohm, then the value of v is. അതിൽ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് റൂള്. അതായത് ആ കണ്ടക്ടർ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ വലത് കയ്യിൽ പിടിക്കുക. ഈ തമ്പ് കറണ്ടിൻ്റെ ഡിറക്ഷനിൽ പോയിന്റ് ചെയ്യണം. അപ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അലോങ് ദി ഔട്ട്വേർഡ് നോർമൽ, പുറത്തേക്കാവും. അത് നമ്മളിങ്ങനെ ഡോട്ട് വെച്ചല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഇത് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് പറയാം, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മൾ ഈ ലൂപ്പിനെ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? മൂവ് ചെയ്യുന്നത് നോക്കൂ, ഇങ്ങനെ ഈ ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിറക്ഷനിൽ. അതിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഇപ്പം 30 ഡിഗ്രിയിൽ ആണ് എന്ന് പറയാം. 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. 30 ഡിഗ്രിയിൽ ഇത് ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് 2 കമ്പോണൻ്റ് ആയിട്ട് എടുക്കാം. നമുക്ക് 2 കമ്പോണൻ്റ്. അത് ഇങ്ങനെ ഒരു വെലോസിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ ഇങ്ങനെയും ഒരു വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ. അതിൽ ഈ മൂവ്മെൻറ്റ് കാരണം വോൾട്ടേജ് ഉണ്ടാവുക. അതെ, ഈ എക്സ് ഡിറക്ഷനിൽ മൂവ്മെൻറ്റ് കാരണം വോൾട്ടേജ് ഉണ്ടാവുക. നോക്കൂ, ഈ കണ്ടക്ടറും അതുപോലെ തന്നെ ഈ കണ്ടക്ടറും ഉണ്ടാവുക. അതായത് വേർട്ടിക്കൽ കണ്ടക്ടേഴ്സിലാണ് ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ. അപ്പോൾ ആ വേർട്ടിക്കൽ കണ്ടക്ടറിൽ എന്താണെന്നറിയോ, ഇതിലുണ്ടാവുന്ന ഈ പാർട്ടിൽ ഉണ്ടാവുന്ന അതേ വോൾട്ടേജ് ഈ പാർട്ടിൽ ഉണ്ടാവും. ഓക്കെ, അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവും, ക്യാൻസലായി പോകും. അതുപോലെ ഈ എലിമെൻറ്റിൽ ഉണ്ടാവുന്ന അതേ വോൾട്ടേജ് ഈ എലിമെൻറ്റിൽ ഉണ്ടാവും, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവും, ക്യാൻസലായി പോകും. അതായത് ഈ വേർട്ടിക്കൽ കണ്ടക്ടേഴ്സിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ക്യാൻസലായി പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഹൊറിസോണ്ടൽ പാർട്ട് നോക്കുക. ആ ഹൊറിസോണ്ടൽ പാർട്ടിൽ ഉണ്ടാവുന്ന മോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെയാണ്, ഇങ്ങനെ. അതിൽ നോക്കൂ, ഈ കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡും ഈ കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡും ഡിഫറെൻ്റാണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ B1 ആണെങ്കിൽ നമുക്ക് നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്ററാണ്. നേരെ മറിച്ച് ഇതേ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് B2 ആണെങ്കിൽ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 8 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ കണ്ടക്ടറിലും ഉണ്ടാവുന്ന വോൾട്ടേജ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവും, പക്ഷേ ആ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആവും എന്നർത്ഥം. അതായത് ഇവിടെ B1, പിന്നെ ഈ ഡിസ്റ്റൻസ് ആണ് BL, B1 LV. ഇവിടെയാണെങ്കിൽ എന്താ? B2 LV. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? B1 - B2 × LV. അതാണ് വോൾട്ടേജ്. അതിൽ B1 എന്ന് പറഞ്ഞാൽ μ0I/2π R1, അതായത് 4 സെൻറ്റിമീറ്റർ. B2 പറഞ്ഞാൽ μ0I/2π R2 പറഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കൂ, μ0I എന്ന് പറഞ്ഞാൽ 10 ആംപിയർ /2π. ഓക്കെ. പിന്നെന്താ? 1/4 - 1/8 എന്നാ. 1/4 - 1/8. അതിൽ 1/4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 - 1/2 എന്ന് വരും. 1/4 - 1/8. 1/4 കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ 1 - 1/2. അതാണ് ഈ 1 - 1/2. പിന്നെ 1/4 എന്ന് പറഞ്ഞാൽ ഈ 4 ഡിനോമിനേറ്ററിൽ വരും, സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കാൻ 10⁻². അപ്പോൾ ഇതിപ്പോൾ എന്താണെന്നറിയോ? ഇത് B1 - B2 ആ. B1 - B2. ഇനി ഇൻറ്റു L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സെൻറ്റിമീറ്റർ ആണ്. അതാണ് 2 × 10⁻² എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, BL.
വി ദാ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളിത് ഈ കമ്പോണൻ്റ് ആണ് വെലോസിറ്റിയുടെ ഈ കമ്പോണൻ്റ് എടുക്കണ്ടേ. അതിൽ വെലോസിറ്റി, അതായത് നോക്കൂ, ഈ സാധനം അങ്ങോട്ട് പോകുന്ന വെലോസിറ്റി ഇപ്പം വി വിചാരിച്ചോ, വി. അതിന് ഈ വൈ ഡിറക്ഷനിലെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു എന്താ 1/2 ആണ്. ബിക്കോസ് ആ കമ്പോണൻ്റ് എന്താ, ആ കമ്പോണൻ്റ് 1/2 ആണ് വെലോസിറ്റിയുടെ. അപ്പോൾ വി ഇൻറ്റു 1/2 പറയാം. അതാണ് ഈ എഴുതിയിരിക്കുന്നത് 1/2 ഇൻറ്റു വി. അപ്പോൾ ഇത് B1 മൈനസ് B2, പിന്നെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, പിന്നെ വെലോസിറ്റി കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ BLV വോൾട്ടേജ് ആയി, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 0.1 ohm, ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ ദ ലൂപ്പ്. കറണ്ട് ഇൻ ദ ലൂപ്പ് അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാ, 10 മൈക്രോ ആംപിയർ എന്ന്. ഓക്കെ, അതാണ് 10 × 10⁻⁻⁶ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ഈ μ0 പറഞ്ഞാൽ നോക്കൂ 4π × 10⁻⁷ അപ്പോൾ ഈ μ0/4π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 10⁻⁻7 വരും. ഓക്കെ, 10⁻⁻7 മേലെ 10⁻⁻7ഉം നമുക്ക് ഇവിടെ 10ഉം എത്രയായി, അപ്പോൾ 10⁻⁻6 ആയി. അപ്പോൾ ആ 10⁻⁻6ഉം റൈറ്റ് സൈഡിലെ 10⁻⁻6ഉം അങ്ങ് കളയാം, തീരുമാനമായി എന്നർത്ഥം. ഇനി ഈ ബാക്കി നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കൂ, ദാ ഇവിടെ ഒരു 10⁻⁻2 ഉണ്ട്, ഇവിടെ ഒരു 10⁻⁻2 ഉണ്ട്, അത് രണ്ടും കളയാം നമുക്ക്. ഓക്കെ, ഈ 0.1നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 × 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തീരുമാനമായി. ഓക്കെ, പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി നമുക്കിത് ഇവിടെ ഒരു 2 കിടപ്പുണ്ട്, ഇവിടെ ഒരു 2 കിടപ്പുണ്ട്, അത് നമുക്ക് കളയാം. പിന്നെ വരുന്നത് എന്താ 1 - 1/2 പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/2 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ 1/4. അപ്പോൾ V/4 ഈക്വൽ ടു എന്താ നമുക്ക് 1 കിട്ടും. ഓക്കെ, അപ്പോൾ V എത്രയാ, V ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, ഈ 10ഉം ഈ 0.1 അങ്ങോട്ട് കൊണ്ടുപോയത് 0.1 × 10 1 ആണ് കേട്ടോ. അപ്പോൾ V ഈക്വൽ ടു 4 m/s എന്നാണ് കിട്ടുക. അതായത് ഇവിടെ നമ്മൾ 4 m/s എഴുതണം. ഓക്കെ, അതിൽ നോക്കൂ, ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B1 അത് μ0I ഡിവൈഡഡ് ബൈ 2π R1 പറഞ്ഞു കഴിഞ്ഞാൽ 4 cm. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B2 മനസ്സിലാവുണ്ടോ, അതെത്രയാ, അത് നമുക്ക് എന്താ μ0I ഡിവൈഡഡ് ബൈ 2π R2 പറഞ്ഞു കഴിഞ്ഞാൽ 8 cm. പിന്നെ ഇവിടുന്ന് ഈ വെലോസിറ്റി എത്രയാണെന്നറിയാം, വെലോസിറ്റി V is actually V ഇൻറ്റു √3/2I cap പ്ലസ് 1/2J cap. ഇതാണ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെയുള്ള കമ്പോണൻ്റ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഇൻറ്റു 1/2 എന്നാണ്. V ഇൻറ്റു 1/2 അതാണ് ഇപ്പോൾ ഞാനിത് എവിടെ എഴുതിയിരിക്കണം, 1/2 ഇൻറ്റു V. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഈ കമ്പോണൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റി നമുക്ക് 4 m/s കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് 1 meter and mass 2 × 10⁻⁵ kg is under tension T. When the string vibrates, 2 successive harmonics are found to occur at frequencies 750 and 1000 Hz. The value of tension T. അതിൽ നമ്മൾ possible harmonics of a stressed string are integral multiples of V/2 അല്ല. അതായത് nth ഹാർമോണിക് പറഞ്ഞാൽ NV/2 അല്ല. അപ്പോൾ നമ്മൾ ഏത് 2 സക്സസീവ് ഫ്രീക്വൻസീസിൻ്റെ ഡിഫറൻസ് കണ്ടാലും V/2 കിട്ടും. അവിടെ 2 സക്സസീവ് ഫ്രീക്വൻസീസ് ആർ 750 and 1000 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 250. അത് എന്താ, അത് V/2 ആണ്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ന്യൂ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി V/2 1/2 ഇൻറ്റു സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞാൽ √T/μ. മ്യൂ പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റിയാണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ മാസ് ഓഫ് ദ സ്ട്രിങ് M ആണ്, ബൈ ലെങ്ത്, ആ ബൈ ലെങ്ത് മേലെ പോകും. അതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ന്യൂ സ്ക്വയർ ഈക്വൽ ടു 1/2 4L², പിന്നെ TL/m. ഓക്കെ, അതിൽ മേലെ ഒരു എല്ലും താഴെ ഒരു എല്ലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ T/4 ml എന്ന് വരും. അവിടുന്ന് T ഈക്വൽ ടു 4 ml ന്യൂ സ്ക്വയർ വരും. മാസ് എന്താ 2 × 10⁻⁵ kg, ലെങ്ത് 1 meter, ഫ്രീക്വൻസി എത്രയാ 250 എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് 1000/4 എന്ന് എഴുതാം, അതായത് 10⁻³ ഡിനോമിനേറ്ററിൽ 4² പറഞ്ഞാൽ 16 ആണ്. മേലെ 4 × 2 എത്രയാ 8/16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ 0.5. 10⁻⁻5ഉം 10⁻³ എത്രയാ 10⁻6. അപ്പോൾ 10 വരും, ഇൻറ്റു 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 Newton വരും. അപ്പോൾ ഇവിടെ ആൻസർ നമ്മൾ എഴുതേണ്ടത് എത്രയാ, ദിസ് ഈസ് 5. ഓക്കെ, നെക്സ്റ്റ്, an incompressible liquid is kept in a container having a weightless piston with a hole. മനസ്സിലാവുന്നുണ്ടല്ലോ.
അപ്പോൾ ഇവിടെ ലിക്വിഡ് ഉണ്ട്, നോക്കൂ ഇവിടെ എയർ ഉണ്ട്, ഇവിടെ ഒരു ഹോളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ എയർ ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ആ എയർ അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് ഉണ്ടാവുക ഇനീഷ്യലി. ഓക്കെ, എ കാപ്പിലറി ട്യൂബ് ഓഫ് ഇന്നർ റേഡിയസ് 0.1 millimeter dipped vertically into the liquid through an airtight piston hole as shown in figure. ആദ്യം ഈ ഹോൾ തുറന്നു കിടക്കായിരുന്നു, ഇവിടെ എയർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. അതിൻ്റെ പ്രഷർ അപ്പോൾ PO ആയിരുന്നു, അല്ലെങ്കിൽ POയോ P0 എന്താ വെച്ചാൽ അത് അറ്റ്മോസ്ഫറിക് പ്രഷർ. ഇനി നമ്മളൊരു എയർ ടൈറ്റ് പൈപ്പ്, എന്താ പറയുക, ട്യൂബ് ഇറക്കി വെച്ചു. അപ്പോൾ അതിനകത്ത് അത് ലിക്വിഡ് ഇങ്ങനെ കയറി. ഓക്കെ, അപ്പോൾ ഇതാ മെനിസ്കസ് ഇവിടെയാണ്. നമ്മൾ അങ്ങനെ ഒരു കേർവ്ഡ് സർഫസ് ഉണ്ടാകുമ്പോൾ എപ്പോഴും കോൺകേവ് സൈഡിൽ പ്രഷർ കൂടുതലാവുന്ന, അതായത് നോക്കൂ ഇതാ ഇവിടെ പ്രഷർ കൂടുതലാവും, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, ജസ്റ്റ് ബിലോ ദ മെനിസ്കസ് പ്രഷർ കുറവാവും എന്ന് പറയാം. അതിൽ എബവ് ദ മെനിസ്കസ് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്, ജസ്റ്റ് ബിലോ ദ മെനിസ്കസ് എന്താ അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. എത്ര? 2T/R കുറവാകും, ഡ്രോപ്പിൻ്റെ എക്സസ് പ്രഷർ പോലെ. അപ്പോൾ ജസ്റ്റ് ബിലോ ദ മെനിസ്കസ് PO - 2T/R, ജസ്റ്റ് ബിലോ ദ മെനിസ്കസ് പ്ലസ് HROG ആവും ഇവിടെ, കാരണം ഇത്രയും എന്താ ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷറും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ബിലോ മെനിസ്കസ് PO - 2T/R പ്ലസ് HROG ആണ് ഇവിടുത്തെ പ്രഷർ. ഓക്കെ, അതാവും എന്താ ഇവിടെ ത്രൂ ഔട്ട് ഉണ്ടാവുക ഹൊറിസോണ്ടൽ ലെവലിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, PO - 2T/R പ്ലസ് HROG. ഓക്കെ, ഇനിയിപ്പോൾ എന്താ അവർ പറഞ്ഞിരിക്കണേന്നറിയോ? See, the air in the container is isothermally compressed from its original volume V0 to 100/101 V0 with a movable piston. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്തു. ആദ്യം P0 V0, നോക്കൂ P0 V0. പിന്നെ പ്രഷർ, ഇവിടുത്തെ പ്രഷർ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P0 - 2T/R പ്ലസ് HROG. പിന്നെ വോളിയം എന്താ, ആകെയുള്ള ഒറിജിനൽ വോളിയത്തിന് 101 പാർട്ടാക്കിയതിൽ ഒരു 100 പാർട്ടേ ഉള്ളൂ. ഇപ്പോൾ 101 പാർട്ടാക്കിയതിൽ 100 പാർട്ട്, അപ്പോൾ മുഴുവൻ വോളിയം അല്ല, കുറച്ച് കുറവാണ്. അപ്പോൾ ഇത് P2 V2, ദിസ് ഈസ് ഈക്വൽ ടു P1 V1, ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. രണ്ട് സൈഡിലും V0 ഉണ്ട്, അത് കട്ട് ചെയ്യാം, വിഷമമില്ലല്ലോ. ഈ 101 അങ്ങോട്ട് പോകുമ്പോൾ ന്യൂമറേറ്ററിൽ വരും, 100 ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ വരിക 101 P0/100 എന്നാണ് വരിക. ഓക്കെ, ഇവിടെ ഒരു P0 ഉണ്ട്. അപ്പോൾ ആ P0യെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക എന്നറിയോ? 101 P0/100 മൈനസ് P0. P0 കോമൺ ഫാക്ടർ റൈറ്റ് സൈഡിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 101/100 - 1, അതെന്താ വരിക? 1/100 വരും. അതായത് P0/100 വരും എന്നർത്ഥം. എവിടെ? റൈറ്റ് സൈഡിൽ P0/100. ഈ -2T/R അങ്ങോട്ട് പോകുമ്പോൾ എത്രയാ? പ്ലസ് 2T/R. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ HROG മാത്രമേ ഉണ്ടാവും. HROG = P0/100 പ്ലസ് 2T/R. അതിൽ P0 അറ്റ്മോസ്ഫറിക് പ്രഷർ ഇറ്റ് ഈസ് ഗിവൺ ആസ് 10⁵5 ഇതാ തന്നിട്ടുണ്ട്, 10⁵5 അതുവരെ എഴുതി, ഡിവൈഡഡ് ബൈ 100 എഴുതി. ഓക്കെ, സർഫസ് ടെൻഷൻ 0.075 പറഞ്ഞാൽ 75 × 10⁻³ നമ്മൾ എഴുതേണ്ട 2T/R. 2 സർഫസ് ടെൻഷൻ 75 × 10⁻³ ഡിവൈഡ് ബൈ റേഡിയസ് തന്നിട്ടുണ്ട്. ഇതേ 0.1 millimeter പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 10⁻⁴ മീറ്റർ പറയാം. ഡിനോമിനേറ്ററിൽ 10⁻⁴. 10⁻³ എത്രയാണ്? അടിയിൽ 10⁻⁴, അത് മേലെ പോകുമ്പോൾ 10. 2 × 75 എത്രയാണ്? 150 × 10 എന്ന് പറഞ്ഞാൽ 1500. 10⁵100 എന്ന് പറഞ്ഞാൽ 1000. 1000 + 1500 2500. അപ്പോൾ HROG 2500. അതിൽ നോക്കൂ, H ആണ് നമുക്ക് കാണണ്ടേ. റോ പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ 10�3, G പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10, അപ്പോൾ 10⁴ വരും. അതിന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 2500/10⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H = 0.25 മീറ്റർ പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എഴുതുമ്പോൾ നമുക്ക് 25 എന്ന് എഴുതാം. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോസസ് ദ ആക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് A minus dN/dt, where N of T is the number of radioactive nuclei at time T. Okay, two radioactive sources S1 and S2 have same activity at time T = 0. At a later time, the activities of S1 and S2 are A1 and A2 respectively, when S1 and S2 have just completed 3rd and 7th half-lives. അതിൽ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ രണ്ടിൻ്റെയും ആക്ടിവിറ്റി സെയിം ആണ്. ഓക്കെ, അപ്പോൾ A0 വിചാരിച്ചോ, രണ്ടിൻ്റെയും ആക്ടിവിറ്റി A0. ഇനി T സമയം കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ A1 ആയി, രണ്ടാമത്തേൻ്റെ A2 ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, A1 = A0 e⁻ λ1t, where λ1 is the decay constant of the first element. ഇനി A2 = A0 e⁻ λ2t, λ2 is the decay constant of the second element. ഓക്കെ,
അപ്പോൾ രണ്ടും ഒരുമിച്ച് തുടക്കത്തിൽ രണ്ടിൻ്റെ ആക്ടിവിറ്റി സെയിം ആണ്. ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോൾ ടി സെക്കൻഡ്സാണ് വിചാരിച്ചോ, കഴിഞ്ഞപ്പോൾ എന്താ രണ്ടിൻ്റെ ആക്ടിവിറ്റി A1 A2 ആണ്. ഇനി ആ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് when S1 and S2 have just completed third and seventh half lives. അതായത് ഈ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is 3 half lives of the first element and it is the same as the 7 half lives of the second element. അപ്പോൾ ഹാഫ് ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ln പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ln2 ഡിവൈഡ് ബൈ λ1 അതാണ് ഹാഫ് ലൈഫ് ഓഫ് ദി ഫസ്റ്റ് എലിമെന്റ്. അങ്ങനത്തെ 3 ഹാഫ് ലൈഫാണ് നമ്മളുടെ ഈ ഇൻറ്റർവൽ T. ആൻഡ് ഇറ്റ് ഈസ് ദ സെയിം ആസ് ദി 7 ഹാഫ് ലൈഫ്സ് ഓഫ് ദി സെക്കൻഡ് എലിമെന്റ്. അപ്പോൾ 7 × ln2 ഡിവൈഡ് ബൈ λ2. അപ്പോൾ ഇവിടെ നോക്കൂ, λ1 T ഈക്വൽ ടു 3 ln2 വരും. ഓക്കെ, ആൻഡ് λ2 T ഈക്വൽ ടു 7 ln2 വരും. ഓക്കെ, ln ഈസ് ദ നാച്ചുറൽ ലോഗരിതം. അപ്പോൾ ഇവിടെ നമുക്ക് A1 ബൈ A2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ λ2T മൈനസ് λ1T എന്താ, നമ്മൾ e⁻ λ2T മൈനസ് λ1T ഇത് വരും. ഓക്കെ, λ2T മൈനസ് λ1T എന്താ, അത് 4 ln2 എന്ന് വരും. ഓക്കെ, ഈ 4 ln2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി e⁻ ln2⁴ എന്നാ. ഈ 4ന് നമുക്ക് എന്താ 2⁴ എന്ന് എഴുതാമല്ലോ. അപ്പോൾ e⁻ ln2⁴ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് സിംപ്ലി 2⁴. 2⁴ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 16 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വരേണ്ടത് എന്താ, ഇവിടെ വരേണ്ടത് 16 ആണ്. ഓക്കെ, നെക്സ്റ്റ് 1 mole of an ideal gas undergoes 2 different cyclic processes 1 and 2 as shown in the PV diagram below. In cycle 1, processes A, B, C and D are isobaric, isothermal, isobaric and isochoric. In cycle 2, A dash, B dash, C dash and D dash are isothermal, isochoric, isobaric and isochoric. Total work done during cycle 1 is W1 and that during cycle 2 is W2. The ratio W1 by W2. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്ത ഐസോബാറിക് പ്രോസസ്സാണ്. അപ്പോൾ വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ P∆V ആണ്. അപ്പോൾ 4P0 എക്സ്പാൻഷൻ ഫ്രം V0 to 2V0. അപ്പോൾ ∆V എത്രയാണ്, V0. അപ്പോൾ 4P0 V0. ഓക്കെ, ഫസ്റ്റ് this is an isothermal process. Isothermal process le nRT ln V final by V initial na. nRT പറഞ്ഞ PV ആണ്. നോക്കൂ, ഇവിടുത്തെ പ്രഷർ 4P0, വോളിയം 2V0. അപ്പോൾ പ്രോഡക്റ്റ് PV എന്താ, PV എന്ന് പറഞ്ഞാൽ 8P0 V0. nRTക്ക് പകരം അത് കൊടുക്കാം, 8P0 V0. ഇവിടെ ln ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം. ഫൈനൽ വോളിയം എന്താ 4V0 ആണ്, ഇനീഷ്യൽ വോളിയം 2V0 യാ. അപ്പോൾ ഫൈനൽ വോളിയം ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോളിയം പറഞ്ഞാൽ 4V0 ബൈ 2V0 ദാറ്റ് ഈസ് 2. സോ ln2. ഓക്കെ, ln2. നെക്സ്റ്റ് സി ദിസ് ഈസ്, ഇതെന്താ, ഇത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. ബട്ട് ഇറ്റ് ഈസ് എ കംപ്രഷൻ ആൻഡ് ഗ്യാസ് ഗെറ്റ്സ് കംപ്രസ്ഡ് ഫ്രം 4V0 to V0. Okay, so change in volume പറഞ്ഞാൽ V0 minus 4V0. So minus 3V0 into 2P0. So minus 6P0 V0. Minus 6P0 V0. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരികയെന്നറിയോ, ഇവിടെ നമുക്ക് സി 8P0 V0 ln2 മൈനസ് 2P0 V0 വരും. ഓക്കെ, അതിൽ 2 നമ്മൾ കോമൺ ഫാക്ടർ പുറത്തെടുത്തു കഴിഞ്ഞാൽ 4P0 V0 ln2 മൈനസ് P0 V0 വരും. ദിസ് ഈസ് ദ സെക്കൻഡ് കേസ്. അതിൽ ഇത് ഒരു ഐസോതേർമൽ പ്രോസസ്സാണ്. ഓക്കെ, സോ PV means this is 4P0 and this is V0. PV equal to nRT. See, the expression for work done is nRT ln final volume by initial volume. nRTക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, PV കൊടുക്കാം. ഓക്കെ, nRTക്ക് പകരം നമുക്ക് PV കൊടുക്കാം, റൈറ്റ്? അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ 4P0 V0. 4P0 V0 ln final volume by initial volume. Final volume 2V0, initial volume V0. So ln 2V0 by V0 means ln2. So 4P0 V0 ln2. Okay, now this is an isochoric process, constant volume, no work done. This is an isobaric process. Okay, and it is a compression, work done will be negative. ഓക്കെ, ഇവിടെ എത്രയാ പ്രഷർ P0 ആൻഡ് ചേഞ്ച് ഇൻ വോളിയം എത്രയാ മൈനസ് V0. സോ മൈനസ് P0 V0. ഇതെന്താ, ഇത് വീണ്ടും ഒരു ഐസോകോറിക്, നോ വർക്ക് ഡൺ. അപ്പോൾ ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ ഈ നോക്കൂ ഇത് എന്താ
4P0 V0 ln2 minus P0 V0. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. അപ്പോൾ W1 equal to 2W2 എന്ന് എഴുതാം. ഓക്കെ, W1 equal to 2W2. അപ്പോൾ W1 by W2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് W1 by W2 ആ ഇൻറ്റിജർ വാല്യൂ എത്രയാ? 2 വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ S1 and S2 are two identical sound sources of frequency 656 Hz. The source S1 is located at O, okay, and S2 moves anti-clockwise with uniform speed 4√2 meter second raised minus 1 on a circular path around O as shown in the figure. There are 3 points P, Q and R on this path such that P and R are diametrically opposite while Q is equidistant from them. Okay, അതിൽ P and R are diametrically opposite and Q is equidistant from them. Okay, ഇനി the source S1 can move along the direction OP. S1 ഇത് ഇങ്ങനെ മൂവ് ചെയ്യാം എന്നാ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. when only S2 is emitting sound. S2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് S2 മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ സൗണ്ട്. and it is at Q, the frequency of sound measured by the detector is. അപ്പോൾ ഡിറ്റക്ടർ ഇവിടെ ഉള്ളത് P-യിൽ. ഓക്കെ, നോക്കൂ, എ സൗണ്ട് ഡിറ്റക്ടർ ഈസ് പ്ലേസ്ഡ് അറ്റ് P. ഓക്കെ, ഇനിയിപ്പോൾ എന്താണോ ഈ S2 ഉള്ളത് ഇവിടെയാണ്. മനസ്സിലായില്ലേ? ചോദ്യം എന്താണ്? വെൻ ഓൺലി S2 ഈസ് എമിറ്റിംഗ് സൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് അറ്റ് Q. S2 ഉള്ളത് ഇപ്പോൾ ഇവിടെയാണ്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് സൗണ്ട് മെഷേർഡ് ബൈ ദ ഡിറ്റക്ടർ. അതിൽ ഇവിടെ നോക്കൂ, ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഇവിടുത്തെ ടാൻജൻറ്റ് വഴിയാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ V, ഈ സഫിക്സ് ഇല്ലാത്തത് സൗണ്ടിൻ്റെ സ്പീഡാണ്. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഴ്സിൻ്റെ സ്പീഡാണ്. എലോങ് ദ സോഴ്സിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, എലോങ് ദ ലൈൻ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ദ ലിസണർ. ഇവിടെ ലിസണർ എന്താ? ഡിറ്റക്ടറാണ്. അപ്പോൾ നമ്മൾക്ക് ഈ VS എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ സ്പീഡാണ്. അത് ഏത് ഡിറക്ഷനിൽ? ഈ സോഴ്സും ഡിറ്റക്ടറും ജോയിൻ ചെയ്യുന്ന ലൈൻ വഴി. സോഴ്സും ഡിറ്റക്ടറും ജോയിൻ ചെയ്യുന്ന ലൈൻ ഇതാ. അപ്പോൾ ഈ ഡിറക്ഷനിലുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കമ്പോണൻ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിൽ ഈ സോഴ്സിൻ്റെ സ്പീഡ് ഇങ്ങനെയാണ്, പക്ഷെ നമുക്ക് വേണ്ടത് അതിന് ദേ ഇങ്ങനെ ഇങ്ങോട്ടുള്ള കമ്പോണൻ്റാണ് വേണ്ടത്. റൈറ്റ്, അതിൽ ഇതെത്രയാ? നോക്കൂ, ഇതും ഈക്വൽ ആണ്. അപ്പോൾ ദിസ് വിൽ ബി, നോക്കൂ, ഈ ആംഗിൾ 45 ഡിഗ്രി ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് VS ആണെങ്കിൽ ഇത് VS cos 45, അതായത് VS by √2. അതിൽ VS നോക്കൂ 4√2 എന്നാ. അപ്പോൾ ഇങ്ങോട്ടുള്ളത് എന്താവും? 4 meter per second. ഓക്കെ, ഇത് സോഴ്സാണ്. ഓക്കെ, ഡിറ്റക്ടർ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സൗണ്ട് മൂവ് എങ്ങട്ടാ? സൗണ്ട് മൂവ് ചെയ്തേ ഈ ഡിറക്ഷനിലാണ്. സോ ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. അതാണ് പോസിറ്റീവ്. അപ്പോൾ ഈ സോഴ്സ് നോക്കൂ ഇങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സിൻ്റെ സ്പീഡ് നെഗറ്റീവാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. ശരിക്കുള്ള ഫോർമുല എന്താണെന്നറിയോ? V minus VL എന്നാണ് മേലെ, അടിയിൽ V minus VS എന്നുവാ. അതിൽ VL എന്താ? ലിസണറുടെ സ്പീഡ് ഇവിടെ 0 ആണ്, ഇല്ല. അപ്പോൾ V മാത്രമേ ഉള്ളൂ മേലെ. ഈ VS എന്താണെന്നറിയോ? സൗണ്ട് ഇങ്ങോട്ടാ പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സോഴ്സ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡിറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സോഴ്സ് മൂവ് ചെയ്യുന്ന ഡിറക്ഷൻ നെഗറ്റീവാണ്. അപ്പോൾ ഈ VSൻ്റെ അവിടെ നമ്മൾ എന്ത് വേണം? മൈനസ് കൊടുക്കേണ്ടി വരും. ഇവിടെ നോക്കൂ, സൗണ്ടിൻ്റെ സ്പീഡ് 324. നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 4 meter per second ആണ്, പക്ഷേ നെഗറ്റീവാണ്. അപ്പോൾ താഴെ എത്ര വരും? 324 മൈനസ് പറഞ്ഞാൽ 328. അത് ഈ 656ൻ്റെ നേർ പകുതി ചെയ്ത്. അപ്പോൾ ഇവിടെ 2 × 324 പറഞ്ഞു കഴിഞ്ഞാൽ 648 Hz വരും. അതായത് ഇവിടെ നമ്മൾ ഇവിടെ 648 അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് എന്താണെന്നറിയോ? S1 and S2 are two identical sound sources. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ. ഓക്കെ, കൺസിഡർ ബോത്ത് സോഴ്സസ് ആർ എമിറ്റിംഗ് സൗണ്ട്. ഇപ്പോൾ അതിൽ വെൻ S2 ഈസ് അറ്റ് R, S2 ഇവിടെയാണ്. ഓക്കെ, S2 ഈസ് അറ്റ് R ആയിക്കോട്ടെ. ആൻഡ് S1 അപ്രോച്ചസ് ദ ഡിറ്റക്ടർ വിത്ത് എ സ്പീഡ് 4 meter per second. ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട് 4 meter per second സ്പീഡിൽ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, പിന്നെന്താ? S2 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ ആദ്യം S1ൻ്റെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി കാണാം. S1 ഇത് ലിസണർ, അതായത് ഡിറ്റക്ടർ ഇവിടെയാണ്. അപ്പോൾ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക എങ്ങോട്ടാ? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തേ ഇങ്ങോട്ടാണ്. ഈ ഡിറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സോഴ്സ് മൂവ് ചെയ്യുന്നതും ആ ഡിറക്ഷനിൽ തന്നെയാണ്. ഈ ഡിറ്റക്ടർ അല്ലെങ്കിൽ ലിസണർ റെസ്റ്റിലാണ്.
ശരിക്കുള്ള ഫോർമുല ഇവിടെ എന്താ വരിക എന്നറിയോ? വി മൈനസ് വി എൽ എന്നാണ്. അതിൽ വി എൽ 0 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ വി മാത്രം വരും. അതായത് സ്പീഡ് ഓഫ് സൗണ്ട് മാത്രം 324. പിന്നെ ഡിനോമിനേറ്ററിൽ വി മൈനസ് വി എസ് എന്നാ. വി സ്പീഡ് ഓഫ് സൗണ്ട് 324. പിന്നെ മൈനസ് വി എസ് പറഞ്ഞാൽ സോഴ്സിൻ്റെ സ്പീഡാണ്. നോക്കൂ, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നോക്കൂ, സോഴ്സിൽ നിന്ന് ഡിറ്റക്ടറിലേക്ക് അതേ ഡിറക്ഷനിലാണ് സോഴ്സ് മൂവ് ചെയ്യുന്നത്. അതായത് സോഴ്സിൻ്റെ സ്പീഡ് പോസിറ്റീവ് ആണെന്നർത്ഥം. അത് 4 × 656. അപ്പോൾ നമുക്ക് അവിടെ എന്താ വരിക? 324 ഡിവൈഡഡ് ബൈ പിന്നെന്താ 320 × 656 എന്ന് വരും. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ സാധനം ഉണ്ടല്ലോ, അതായത് S2. ഈ S2ൻ്റെ വെലോസിറ്റി ഇങ്ങനെയാണ്. അപ്പം നമ്മൾ S2 ആണ് സോഴ്സ്. ഈ വി എസ് എന്ന് പറഞ്ഞാൽ സോഴ്സിൻ്റെ സ്പീഡായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താ? വെലോസിറ്റി ഓഫ് ദ സോഴ്സ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ദ ലിസണർ എന്നാ. അതായത് ഈ ഡിറക്ഷനിൽ നോക്കൂ, ഇതാ ഈ ഡിറക്ഷനിൽ അതിലിത് മൂവ് ചെയ്യണ അങ്ങനെയാണെങ്കിൽ ഇത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിറക്ഷനാണ്. നോക്കൂ, ഇത് പെർപെൻഡിക്കുലർ ഡിറക്ഷനാണ്. പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ കമ്പോണൻറ്റ് ഉണ്ടാവില്ല. അതായത് വി എസ് 0 ആണെന്നർത്ഥം. വി എസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ സോഴ്സ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ സോഴ്സ് ആൻഡ് ദ ലിസണർ. അത് 0 ആണ്. ലിസണറും 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ചാൽ അത് അത്ര തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് അപ്പാരൻറ്റ് ഫ്രീക്വൻസി വിൽ ബി സെയിം ആസ് ദ ആക്ച്വൽ ഫ്രീക്വൻസി. അത് എത്രയാണ്? ν2 656. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് എന്താണെന്നറിയോ? ബീറ്റ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് ഓഫ് ദ 2 സോഴ്സസ് ഹേർഡ് അല്ലേ? അത് നമുക്ക് എന്ത് പറയാമെന്നറിയോ? 324/320 × 656 മൈനസ് 656. ഓക്കെ, അതിൽ 656 നമ്മൾ കോമൺ ഫാക്ടർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ 324/320 ഉണ്ടല്ലോ, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 81/80 മൈനസ് 1 ആണ്. 81/80 മൈനസ് 1 അത് 1/80 എന്ന് വരും. അപ്പോൾ 1/80 × 656. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക എന്നറിയോ? 8.2 എന്ന് കിട്ടും. ഓക്കെ, 8.2. അത് ആക്ച്വലി ഇതെന്താണെന്നറിയോ? നമുക്ക് ഇപ്പം ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 640 8 80 തവണ പോകും. 640. ഓക്കെ, പിന്നുള്ളതൊരു 16. ആ 16ൽ 2 തവണ പോകും. അപ്പോൾ ഇവിടെ എന്താ വരിക എന്നറിയാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 82 വരും, താഴെ 10 വരും. അപ്പോൾ 82/10 പറഞ്ഞാൽ 8.2. അങ്ങനെയാണ് എനിക്ക് ആ 8.2 കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ 8.2 എന്നാണ് കൊടുക്കേണ്ടത്. റൈറ്റ്? ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അടുത്തത് സിലിണ്ടറിക്കൽ ഫേർണസ് ഹാസ് ഹൈറ്റ് ക്യാപിറ്റൽ H ആൻഡ് ഡയമീറ്റർ ക്യാപിറ്റൽ D, both 1 meter. It is maintained at temperature 360 Kelvin. The air gets heated inside the furnace at a constant pressure PA and its temperature becomes T equal to 360 Kelvin. The hot air with the density rho rises up a vertical chimney of diameter D equal to 0.1 meter and height H equal to 9 meter above the furnace and exits the chimney. Okay, as a result, atmospheric air of density rho A equal to 1.2 kilogram per meter cube, pressure PA and temperature T equal to 300 Kelvin enters the furnace. Assume air as an ideal gas, neglect the variations in density and T inside the chimney and the furnace. Okay, also ignore the viscous effects. Acceleration due to gravity തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇതെന്താ പരിപാടി എന്നറിയോ? ഇവിടെ ചിമ്നി ഉണ്ട്, സോറി ഇവിടെ അടിയിൽ ഫേർണസ് ഉണ്ട്, പിന്നെ ചിമ്നി ഇത് ഇങ്ങനെയുണ്ട്. അതിൽ നോർമൽ എയർ ഇതേ ഇവിടുന്ന് ഇതേ ഇങ്ങനെ അങ്ങോട്ട് കയറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടുന്ന് ചൂടായി കഴിഞ്ഞാൽ ആ ചൂടായ എയർ ഇങ്ങനെ മേലോട്ട് പോയിട്ട് ഇവിടെ എസ്കേപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ തണുത്ത അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ എയർ ഇങ്ങനെ അങ്ങോട്ട് കയറും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇവിടെ കയറുന്നത് നമുക്ക് PV = NRT എന്ന് പറയും. ഐഡിയൽ ഗ്യാസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അതിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താ PV = എന്താ എന്നിന് പകരമാണ് ഇത് RT. അതിൽ നമ്മൾ ഈ വോളിയം അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ മാസ് ഡിവൈഡ് ബൈ വോളിയം എന്ത് വരും? ഡെൻസിറ്റി വരും. ഓക്കെ, മാസ് ബൈ വോളിയം ഡെൻസിറ്റി. പിന്നെ ടെമ്പറേച്ചറും അവിടെ നിൽക്കട്ടെ. ഡെൻസിറ്റി ഇൻറ്റു ടെമ്പറേച്ചർ എന്താ വരിക? അപ്പോൾ MP/R വരും. അപ്പോൾ ഡെൻസിറ്റി റോ ഇൻറ്റു ടെമ്പറേച്ചർ MP/R. ഓക്കെ, മോളാർ മാസ്, പ്രഷർ, പിന്നെന്താ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മോളാർ മാസ് ക്യാപിറ്റൽ M മാറില്ല, പ്രഷർ മാറില്ല, പിന്നെന്താ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് മാറുന്നില്ല. ഓക്കെ, പ്രഷർ ത്രൂ ഔട്ട് സെയിം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോ ഇൻറ്റു T = കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ഇവിടെ റോ പറഞ്ഞു കഴിഞ്ഞാൽ 1.2 kg/m³ ആണ് ഡെൻസിറ്റി, ടെമ്പറേച്ചർ 300 ആണ്. ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചർ 360 Kelvin ആണ്. ഡെൻസിറ്റി അതിന് കറസ്പോണ്ടിംഗ്ലി ചൂടായില്ലേ, ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. നോക്കാം നമുക്ക്.
അപ്പോൾ റോ ഔട്ട്, അതായത് ഇവിടെ പുറത്തേക്ക് പോകുന്നതാണ് റോ ഔട്ട്. ഓക്കെ, അത് റോ ഔട്ട് ഈക്വൽ ടു ഇവിടെ എന്താ നമുക്ക് ടെമ്പറേച്ചർ 300 കെൽവിൻ ഇവിടെ കയറുന്നത്, അവിടെ കയറുന്ന എയറിൻ്റെ ഡെൻസിറ്റി 1.2 ഡിവൈഡ് ബൈ 360 പറഞ്ഞാൽ 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാ. സംഭവം ഇപ്പം എന്താണെന്നറിയോ, ഇവിടെ കയറുന്ന എയർ 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റി, ഇവിടെ ലീവ് ചെയ്യുന്നത് 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റി. നമ്മൾ ഇവിടെ എന്താണെന്നോ ഇതിൻ്റെ ഡയമീറ്റർ 1 മീറ്ററാണ്. ഇവിടെ എത്തുമ്പോൾ എന്താണെന്നറിയോ, അവിടെ എത്തുമ്പോൾ 0.1 മീറ്റർ ആയി, 1/10 ഉള്ളൂ. ഏരിയ ഇൻറ്റു വെലോസിറ്റി, അതാണ് ഏരിയ ഇൻറ്റു വെലോസിറ്റി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്ററിൻ്റെ 0.1 ഉള്ളൂ ഇവിടെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് 1/10 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഏരിയയുടെ 1/100 ഇവിടെ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെയുള്ള ഏരിയയുടെ വെറും 1% മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഏരിയ ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്. ഇവിടെ എത്തുമ്പോൾ ഏരിയ 1/100 ആവും, അപ്പോൾ വെലോസിറ്റി 100 ടൈംസ് ആവും. അതായത് ഇവിടെ കയറുന്ന എയറിൻ്റെ വെലോസിറ്റി എത്രയാണോ അതിൻ്റെ 100 ടൈംസ് വെലോസിറ്റി ഇവിടെ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇവിടെ, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഇവിടെ. അതിൽ ഈ ഹാഫ് റോ പറഞ്ഞ ഡെൻസിറ്റി അത് 1 അല്ലെങ്കിൽ 1.2 പോട്ട്. വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നോക്കൂ, വെലോസിറ്റി ഇവിടെ ഉള്ള വെലോസിറ്റിയുടെ 100 ടൈംസാണ് ഇവിടെ. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതായത് വി സ്ക്വയർ ഇവിടെ ഉള്ളതിൻ്റെ 10⁴ ടൈംസ് ആവും ഇവിടെ. അപ്പോൾ ഈ ഹാഫ് റോ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഹാഫ് റോ വി സ്ക്വയർ ഉണ്ടല്ലോ, അത് ഇവിടെ ഉള്ളതിൻ്റെ 0.01% ഇവിടെ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുണ്ടോ? അതായത് ഹാഫ് റോ വി സ്ക്വയർ എന്നുള്ളത് ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള സാധനം നെഗ്ലിജിബിൾ ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ പ്രഷർ എത്രയാ? പി എ. ഇവിടുത്തെ എന്താ ഹാഫ് റോ വി സ്ക്വയർ നെഗ്ലിജിബിൾ ആണ്. പിന്നെ റോ ജി എച്ച് ഞാൻ ഹൈറ്റ് മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, അപ്പോൾ അവിടുത്തെ റോ ജി എച്ചും 0 ആണ്. ഓക്കെ, ഹാഫ് റോ വി സ്ക്വയർ നെഗ്ലിജിബിൾ ആണ്, ഓൾമോസ്റ്റ് 0 ആണ്. അതാ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് പി എ പ്ലസ് 0 ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? നമുക്ക് ഇവിടെ മേലെ നോക്കൂ, ഇവിടെ പ്രഷർ പി എ ആണ്, അതിനേക്കാൾ 10 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ ആ 10 മീറ്റർ ഉയരത്തിലുള്ള എയർ എത്രമാത്രം പ്രഷർ ഉണ്ടാക്കുമോ അത്രയും പ്രഷർ കുറവായിരിക്കും ഇവിടെ. അതായത് ഇവിടുത്തെ പ്രഷർ പ്ലസ് എച്ച് റോ ജി ആണ് ഇവിടുത്തെ പ്രഷർ, അല്ലേ? ഇവിടുത്തെ പ്രഷർ ഇപ്പോൾ പി ഒ വിചാരിച്ചോ, ഇത് പി എ വിചാരിച്ചോ. അപ്പോൾ പി ഒ പ്ലസ് എച്ച് റോ ജി ആണ് പി എ. അപ്പോൾ പി ഒ പറഞ്ഞാൽ എന്താ? പി എ മൈനസ് എച്ച് റോ ജി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ദാ പി എ മൈനസ് എച്ച് റോ ജി എന്നാണ്, അല്ലേ? അതിൽ നമുക്ക് റോ എത്രയാ? റോ പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ ഡെൻസിറ്റി 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് റോ, പിന്നെ എച്ച്, പിന്നെ ജി. ഓക്കെ, അതായത് ഇവിടുത്തെ പ്രഷറായി. പിന്നെ ഹാഫ് റോ വി സ്ക്വയർ നോക്കൂ, ഹാഫ് ഡെൻസിറ്റി എത്രയാണ്? ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, എക്സിറ്റ് ചെയ്യുന്നത് ചൂടുള്ള എയർ ആണ്. അതിൻ്റെ ഡെൻസിറ്റി എത്രയാ? അതിൻ്റെ ഡെൻസിറ്റി 1 ഹാഫ് റോ വി സ്ക്വയർ. പിന്നെ റോ ജി എച്ച് അതും എന്താ? ദാ ഈ ചൂടുള്ള എയറിൻ്റെ ഡെൻസിറ്റി 1, പിന്നെ ജി 10, ഹൈറ്റ് 10. ഓക്കെ, റോ ജി എച്ച്. അതിൽ ഇവിടെ നോക്കൂ, ഈ പി എ നമുക്ക് 2 സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ ഉള്ളതെന്നറിയോ? ഇവിടെ 100 ഉണ്ട്. ഓക്കെ, ഇവിടെയോ? ഇവിടെ 120 ഉണ്ട്. അപ്പോൾ ഈ -120 ഇങ്ങോട്ട് വരുമ്പോഴെന്താവും? +120 ആവും. ഈ 100 ഇങ്ങോട്ട് വരുമ്പോൾ -100 ആവും. 120 - 100 20. അപ്പോൾ വി സ്ക്വയർ ബൈ 2 20 ആണ്. അപ്പോൾ വി സ്ക്വയർ എത്രയാണ്? 40 ആണ്. ഓക്കെ, അപ്പോൾ വി പറഞ്ഞു കഴിഞ്ഞാൽ √40. ഓക്കെ, അപ്പോൾ ഈ √40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? അതെനിക്ക് 63. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. നോക്കൂ, ഇതുമായിട്ട് ക്ലോസസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 36 ആണ്. 36 + 4 ഹോൾ റേസ് ടു 1/2 പ്രശ്നമില്ലല്ലോ. അതിൽ ഈ 36 നിങ്ങൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ? റൂട്ടിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 6. പിന്നെ 1 + 4/36 എന്ന് പറഞ്ഞാൽ 1/9 ആണ്. 1 + x ഹോൾ റേസ് ടു n ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. 1 + nx അപ്രോക്സിമേറ്റ്ലി. n 1/2 ആണ്, x എത്രയാണ്? 1/9 പറഞ്ഞാൽ 1/2 × 1/9 എത്രയാണ്? 1/18 വരും. ഓക്കെ, അപ്പോൾ 6 × 1 + 1/18. ഓക്കെ,
അതിൽ 6 + 6/18 6/18 എത്രയാ 1/3 അപ്പോൾ 6 + 1/3 1/3 പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 0.3 അപ്പോൾ 6.3 എന്ന് വരും. അങ്ങനെ ഞാൻ എഴുതിയത്. ഓക്കെ, അതാണ് വെലോസിറ്റി. ഇനി നമ്മളോട് പുറത്തേക്ക് പോകുന്ന മാസ് എത്ര ഗ്രാം എയർ ഒരു സെക്കൻഡിൽ പുറത്തേക്ക് പോകുന്ന അതാ ഗ്രാം പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അത് നമുക്ക് dm/dt അതിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വോളിയം പെർ സെക്കൻഡ് ഇൻറ്റു ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് പെർ സെക്കൻഡ് ആയി. അതിൽ ഏരിയ പറഞ്ഞാൽ π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ ആണ്. ഡയമീറ്റർ എത്രയാ? ഡയമീറ്റർ മേലെ 0.1 മീറ്റർ ആണ്. 0.1 മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻1 സ്ക്വയർ എത്രയാ 10⁻². ഓക്കെ, അപ്പോൾ ഇത് ഏരിയ ആയി. വെലോസിറ്റി പറഞ്ഞാൽ 6.3. ഓക്കെ, അപ്പോൾ വോളിയം പെർ സെക്കൻഡ് ഇൻറ്റു ഡെൻസിറ്റി എക്സിറ്റ് ചെയ്യുന്ന എയറിൻ്റെ മാസാ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി എത്ര 1. ഓക്കെ, അപ്പോൾ ഇത്രയും കിലോഗ്രാം ആണ് പെർ സെക്കൻഡ്. അതിനെ ഗ്രാം ആക്കാൻ ഇൻറ്റു 10⁻3. അതിൽ ഈ 10⁻⁻2 ഇൻറ്റു 10⁻3 എന്ന് പറഞ്ഞാൽ ഒരു 10 കിട്ടും. പിന്നെ 6.3 ഇൻറ്റു π/4. ഓക്കെ, അത് ചെയ്ത് ഇൻറ്റു 10 പറഞ്ഞു കഴിഞ്ഞാൽ 63 ഇൻറ്റു π/4 എന്നാണ് വരിക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 49.5 ഗ്രാം പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. ഈ സിലിണ്ടറിക്കൽ ഫേർണസ് ഹാസ് ഹൈറ്റ് ക്യാപിറ്റൽ H. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞു തന്നെ. ഇനി അവർ ചോദിക്കുന്നത് എന്താണെന്നറിയോ, നമുക്ക് നോക്കാം. ഇവിടെ when the chimney is closed using a cap at the top, a pressure difference delta P develops between the top and the bottom surfaces of the cap. If the changes in the temperature and density of the hot air due to stoppage of airflow are negligible, then the value of delta P is. അതിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിൽ നമ്മുടെ ഇവിടുത്തെ പ്രഷർ PA, ഇവിടുത്തെ പ്രഷർ പുറത്ത് PA, ഉള്ളിലും PA. ഇനി നമ്മൾ ഈ PA എന്നത് ഇങ്ങനെ പുറത്ത് കൂടെ പോയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ നോക്കൂ, ഈ എയറിൻ്റെ ഡെൻസിറ്റി 1.2 ആണ്. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ PAയേക്കാൾ HρG കുറവാകും. ഇവിടെ ആ റോ 1.2 ആണ്. ഓക്കെ, അപ്പോൾ പ്രഷർ അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, PA - H റോ 1.2 ഇൻറ്റു G. പ്രഷർ അറ്റ് ദ ടോപ്പ് P വിത്ത് സഫിക്സ് T. ഇവിടുത്തെ പ്രഷർ PA മൈനസ്. ഇനി ഈ അവിടെയുള്ള ആ മൂടി ഉണ്ടല്ലോ ടോപ്പ്. ഓക്കെ, ആ ക്യാപ്പിൻ്റെ മേലുള്ളതാണ് P വിത്ത് സഫിക്സ് T ടോപ്പിൽ. ഇനി ആ ക്യാപ്പിൻ്റെ താഴെ അതായത് ബോട്ടം. ഓക്കെ, ബോട്ടം ഓഫ് ദി ക്യാപ്പ്. അപ്പോൾ ആ ക്യാപ്പിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ PA. ഓക്കെ, ഇത് 10 മീറ്റർ ആണ്. അപ്പോൾ ആ PAയേക്കാൾ 10 മീറ്റർ എയർ കോളത്തിൻ്റെ പ്രഷർ കുറവാകും ഇവിടെ. അപ്പോൾ PA - HρG, പക്ഷെ അവിടെ റോ എന്താ 1 ആണ്. ഓക്കെ, ഇതാ PA - H ഹൈറ്റ് 10 മീറ്റർ, ഡെൻസിറ്റി 1 G. ഓക്കെ, G പറഞ്ഞു കഴിഞ്ഞാൽ 10. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രഷർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ക്യാപ്പ് ആൻഡ് പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ക്യാപ്പ് രണ്ടും കിട്ടി. ഓക്കെ, ഇനി ഇതിൽ ഏതാ കൂടുതൽ, പ്രഷർ അറ്റ് ദ ടോപ്പ് ആണോ പ്രഷർ അറ്റ് ദ ബോട്ടം ആണോ? ഇവിടെ നോക്കൂ, PA - 1.2 ആണ്. ഇവിടെ PA - 1 ഉള്ളൂ. അപ്പോൾ നോക്കൂ, പ്രഷർ അറ്റ് ദ ബോട്ടം വിൽ ബി മോർ. ഓക്കെ, അപ്പോൾ പ്രഷർ അറ്റ് ദ ബോട്ടം മൈനസ് പ്രഷർ അറ്റ് ദ ടോപ്പ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രഷർ അറ്റ് ദ ബോട്ടം മൈനസ് പ്രഷർ, നോക്കൂ, ഇതാണ് പ്രഷർ അറ്റ് ദ ടോപ്പ്, ദിസ് ഈസ് ദ പ്രഷർ അറ്റ് ദ ബോട്ടം. അപ്പോൾ ഡെൽറ്റാ P എന്ന് പറഞ്ഞാൽ പ്രഷർ അറ്റ് ദ ബോട്ടം മൈനസ് പ്രഷർ അറ്റ് ദ ടോപ്പ്. അതിൽ നോക്കൂ, നമുക്ക് എന്താ വരിക, 10 × 0.2 × 10 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 20 Nm/2 വരും. Okay.